നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ അപജയങ്ങൾ വാർത്തയാകുമ്പോഴും ലഹരിയുടെ ഇടപെടൽ, ലഹരി മാഫിയയുടെ ഇടപെടൽ ഒക്കെ ബോധപൂർവം മറയ്ക്കപ്പെടുകയാണ്. ലൊക്കേഷനുകളിലടക്കം ലഹരി ഉപയോഗമുണ്ടെന്നറിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ പിൻബലവും തന്നെയാണ് ഇതിനു പിന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. സൂപ്പർ പവർ ലഹരി മാഫിയയോ, ഇടപാടുകളിൽ വൻ സ്രാവുകളോ? ലഹരി പാർട്ടികൾ മാധ്യമങ്ങൾക്ക് വാർത്തയാകാത്തത് എന്ത്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നവർ സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, BJP പ്രതിനിധിയായി യുവരാജ് ഗോകുൽ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഒപ്പം ആക്ടിവിസ്റ്റ് അഞ്ജു പാർവതി പ്രഭേഷ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീമതി അഞ്ജു, ലൊക്കേഷനുകളിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ തെളിഞ്ഞ കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ളവ ചർച്ചയാകുമ്പോഴും വാർത്തയാകുമ്പോഴും മസാല കഥകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുമ്പോഴും ഈ ലഹരി ഇടപാടുകളെക്കുറിച്ച് മാത്രം ആരും ഒന്നും മിണ്ടുന്നില്ല. പലർക്കും അത് വാർത്തയേ അല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ലഹരി ഇടപാടുകളും ലഹരി ഉപയോഗവും ഈ ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനിലേക്ക് അടക്കം വ്യാപിക്കുമ്പോഴും വാർത്തയാകാത്തത്? തീർച്ചയായും രോഹിണി, അതിന് കൃത്യമായ ഇടപെടലുണ്ട്, രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. വൻ സ്രാവുകളാണ് ഈ ലഹരി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, വൻ സ്രാവുകളാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, മല പോലെ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് സ്കാൻഡൽസ് മാത്രമല്ല. ഓഫ് കോഴ്സ്, കാരണം ആ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് സെക്സ് സ്കാൻഡലോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിരുന്നു ലഹരി ഇടപാട്. മലയാള സിനിമയെ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി, അതായത് ആ മാഫിയ. അപ്പം അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയായിട്ടേ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത ഈ നിമിഷം വരെയും. കാരണം ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ, മറ്റ് എന്ത് രീതിയിലുള്ള യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അവർ ആര് വാതിലിൽ മുട്ടി, അതായത് മുട്ടുന്ന കാര്യങ്ങൾ, അതായത് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ. അത് പിന്നെ ഒരു കാര്യമുണ്ട്, പ്രബുദ്ധത എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രബുദ്ധത എന്ന് പറയുമ്പം അർഹിക്കുന്നതല്ലേ നമ്മുടെ മാധ്യമങ്ങൾക്കും കൊടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുമ്പം ഇക്കിളിപ്പെടുത്തുന്ന കഥകളുടെ പിന്നാലെ പോകുന്നതാണ്. അപ്പം അതുകൊണ്ടാവാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഏറ്റവും പ്രധാനമുള്ള അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷയം അവർ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണോ മലയാള സിനിമയിൽ ലഹരി ഉണ്ടെന്നുള്ളൊരു ഇടം നമ്മൾ മനസ്സിലാക്കിയത്? പ്രമുഖ നടൻ, ഇപ്പോഴത്തെ യുവനിരയിലെ പ്രമുഖ നടൻ 2015 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്, കേസായത്. അതായത് കടവന്ത്രയിലെ ഫ്ലാറ്റിൽ നിന്ന് 2015 ആ നടൻ ഒപ്പം 4 സ്ത്രീകളും ആയിട്ട് ഇവിടെ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നിട്ടോ അതിനുശേഷം ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, 1-2 സിനിമകളിൽ മുഖം കാണിച്ചിരുന്ന, ആദ്യം വലിയ പ്രാധാന്യമില്ലാത്ത, അല്ലെങ്കിൽ പ്രാധാന്യമുണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ, പക്ഷേ എന്നാലും ഈ ഒരു ലീഡ് റോളിലേക്ക് വന്നിട്ടില്ല ആ നടൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രോത്ത് എന്തായിരുന്നു? അപ്പോൾ ലഹരി ഇടപാട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരാനുള്ള വൻപൻ ശരിക്കും ഒരു അവസരം ഒരുക്കി കൊടുക്കലാണോ മലയാള സിനിമ? അതിനുശേഷം അയാളുടെ കരിയർ ഗ്രോത്ത് നോക്കൂ. പിന്നീട് അദ്ദേഹം ആ ഒരു കേസിൽ ഉൾപ്പെട്ട നടൻ, അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ 2015 ശേഷം ഇപ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ സിനിമകളാണ്. അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പം അത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അപ്പോൾ കൃത്യമായിട്ട് ലഹരിയുടെ ഇടപെടലുണ്ടെന്ന്, അതായത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ തന്നെ ലഹരിയുമായിട്ട് പിടിയിലായി. കൊക്കൈൻ, അത് സാധാരണ ലഹരിയൊന്നുമല്ല, കൊക്കൈനുമായിട്ട് പിടിയിലായി. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നു റേവ് പാർട്ടീസ് സിനിമകളിൽ. നമ്മൾ നോക്കും, തെലുങ്ക് സിനിമകളിലൊക്കെ ശരിക്കും റെയ്ഡും ഒക്കെ വരുന്നുണ്ട്. അപ്പോഴും പക്ഷേ കൊച്ചി കേന്ദ്രീകരിച്ച് വൻ മാഫിയുണ്ട്. അതിനുശേഷം തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ നിർമ്മാതാക്കളുടെ ഒരു സംഘടനയും അവരെല്ലാവരും കൂടെ ചേർന്നൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചില യുവ നടന്മാർ സെറ്റുകളിൽ ചെന്നിട്ട് ലഹരി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റുകളിൽ ചെന്നിട്ട് അവരുണ്ടാക്കുന്ന തലവേദനകളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് വിലക്കുകളുണ്ടായിരുന്നു. ഇതെല്ലാം മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ, ഞാൻ ഈ പറയുന്ന മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതെടുത്ത് പറയണം, അവർക്ക് എപ്പോഴും ഒരു പ്രിവിലേജ് ഉണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നുണ്ട് അത് പറയാനുള്ള കാര്യം തന്നെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്നലെ ഒരു വൻ വെളിപ്പെടുത്തലുണ്ടായി. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരു തമിഴ് സിംഗർ ഒരു തമിഴ് ചാനലിന് കൊടുത്തതിൽ വ്യക്തമായിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ. എന്നിട്ട് നോക്കൂ, എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വാർത്തയാക്കി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 2 മാധ്യമങ്ങൾ എടുത്ത് പറയാം, മുത്തശ്ശിമാരാണ്, ഒരുപാട് പാരമ്പര്യങ്ങളുള്ള പത്ര മുത്തശ്ശിമാർ. അവർ ആ വാർത്ത കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും
അതില്ല, നമുക്ക് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണത് കാണിക്കുന്നത്? അത് കൃത്യമായിട്ട് ഫണ്ടിങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് നോട്ട് ഫൗണ്ട് ആയി, അല്ലെ? ഫണ്ട് വെച്ച് നോട്ട് ഫൗണ്ട് ആവുന്ന ഈ ഒരു മാജിക്. അപ്പോൾ എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേവലം ആരോപണങ്ങളുടെ പിന്നാലെ പോയിട്ട് ഒരു അപ്പുറത്തെ വീട്ടിലൊരു തട്ട് കിട്ടിയാൽ പോലും ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വാതിൽ മുട്ടണയാണോ എന്ന് അന്വേഷിച്ച് കോലും പിടിച്ച് പോയിട്ടുള്ള ഇതേ മുഖ്യധാരാ മാധ്യമങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ആരോപണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇരട്ടത്താപ്പ്? അപ്പോൾ പ്രിവിലേജ് അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഫണ്ടിങ്. അപ്പം ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഇത്രയും ദിവസം അമ്മ സംഘടനയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ആവരണം അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നായിരുന്നു. ശരിക്കും ഞാൻ പറയുന്നു, മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം പവർ ഗ്രൂപ്പ് അല്ല, ഇവിടെ പുക ഗ്രൂപ്പ്. അതായത് കൃത്യമായിട്ട് അങ്ങനെ ഒരു പുക ഗ്രൂപ്പുണ്ട്. ആരോപണങ്ങൾക്ക് ഇപ്പം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പേര്, കാരണം അവിടെ നിന്ന് ഒരു ഇടപെടലുണ്ടായി, അതിനെതിരെ ഇന്ന് ഡിഫേമേഷനായിട്ട് അവർ പോയിട്ടുണ്ടെന്ന് അറിയുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്ന കാര്യം, ഡിഫേമേഷനായിട്ട് കൊടുക്കുന്നു, കേസോ അതൊക്കെ ആയിക്കോട്ടെ, എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുന്നില്ല? മറ്റെല്ലാ കാര്യങ്ങൾക്കും മാധ്യമങ്ങൾ ഇതേ സുചി ലീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കുറേ ഇതേപോലുള്ള ആരോപണങ്ങൾ ഇതേപോലുള്ള മാധ്യമങ്ങളിൽ മറ്റ് നടന്മാർക്കെതിരെ വന്നപ്പോൾ ഒക്കെ അതേ ശരിക്കും ഇക്കിളിപ്പെടുത്തുന്ന കഥകളുമായിട്ടൊക്കെ ഇതേ മാധ്യമങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പറയാം, ഈ സുചി എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീയെക്കുറിച്ച്, ആ ഒരു നമ്മൾ പറയില്ല ഗായികയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഒരു വെളിപ്പെടുത്തലിലൂടെയല്ല, അതിന് മുന്നിലുള്ള അവരുടെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മലയാളത്തിലുള്ള നടികളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം മലയാളത്തിൽ നിന്ന് പോയി തമിഴിൽ പ്രശസ്തരായിട്ടുള്ളവരെ കുറിച്ചൊക്കെ ഉണ്ട്. അതൊക്കെ വാർത്തയാക്കാൻ നമ്മുടെ ഈ പത്ര മുത്തശ്ശിമാർക്ക് മടിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ മാത്രം കൃത്യമായിട്ട് ഇത് മുക്കിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടേണ്ട പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഉള്ളത് മലയാള സിനിമയിൽ ആരാണ് എന്നിനി പേരെടുത്ത് പറയേണ്ടതില്ല, വ്യക്തമാണ്. തീർച്ചയായും അതിൻ്റെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും വാർത്തകൾ പോലും അപ്രത്യക്ഷമാകുന്നത്. ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ലഹരി മാഫിയ പിടിമുറുക്കുന്ന സിനിമാ സെറ്റുകൾ, സിനിമാ ലൊക്കേഷനുകൾ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ WCCയിലെ തന്നെ ഒരംഗത്തിൻ്റെയും അവരുടെ ഭർത്താവിനെതിരെയുമാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ഗായിക ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള അന്വേഷണവും ഇതുവരെ നടന്നതായി കാണുന്നില്ല. ആ ചലച്ചിത്ര മേഖലയിലെ ആ നടി എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ചില തുറന്നു പറച്ചിലുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ മസാല കഥകളേക്കാൾ ഏറെ ഗുരുതരമാണ് ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളുടെ ഇടപെടൽ. അവർക്ക് വലിയ തോതിലുള്ള പിൻബലമുണ്ട്, രാഷ്ട്രീയ പിൻബലമുണ്ട്. അതുകൊണ്ട് ഇവരെയൊന്നും തൊടാൻ സാധിക്കുന്നില്ല. കഞ്ചാവും മയക്കുമരുന്നും MDMAയും രാസലഹരിയുമായി ഇവരിങ്ങനെ അഴിഞ്ഞാടുകയാണ് മലയാള സിനിമാ മേഖലയിൽ. രോഹിണി, അവർ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അവരെ നിഷ്കളങ്കയാക്കി വിടാൻ സാധിക്കില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സിദ്ദിഖിന് ആ പ്രിവിലേജ് കൊടുക്കണമായിരുന്നു. അദ്ദേഹം കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. മുകേഷിന് ആ പ്രിവിലേജ് കൊടുക്കണമായിരുന്നു. കാരണം മുകേഷ് കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പലരും തങ്ങൾക്കെതിരെ ആരോപണം വന്നതിനെതിരായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ റീമ കല്ലിങ്കൽ ഇപ്പോൾ ഒരു കൗണ്ടർ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ തരത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രിവിലേജും നമുക്ക് ആ വിഷയത്തിൽ കൊടുക്കാൻ സാധിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, മലയാള സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ പവർ ഗ്രൂപ്പ് ഇല്ലയോ എന്നുള്ളതാണ്. സാക്ഷാൽ മോഹൻലാൽ അടക്കം മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പവർ ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ല എന്ന്. മമ്മൂക്ക അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് പവർ ഗ്രൂപ്പിൽ പെടുന്ന ആളല്ല താനെന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതിനകത്തൊക്കെ നോക്കാം, നമുക്ക് മറ്റൊരു തർക്കത്തിന് വയ്ക്കാം, ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം. പക്ഷേ മലയാള സിനിമയിൽ ഇത്രയും ദിവസമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മുതൽ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ദിവസം വരെയും മോഹൻലാലിനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത പോലും, അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാൾ മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കാരണം ഇപ്പോൾ ശ്രീമതി രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ നടന്നിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയുടെ പേരിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അവരുമായി ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മോഹൻലാലിൻ്റെ പടം എടുത്ത് വെച്ചിട്ടാണ് ന്യൂസ് മിനിറ്റ് പോലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരിക്കുന്നത്. അത് ന്യൂസ് മിനിറ്റ് പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം. ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉൾപ്പെടെയുള്ള വളരെ മുഖ്യധാരാ മാധ്യമങ്ങൾ
ഒരു കാര്യവുമില്ലാതെ അദ്ദേഹവും യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ പോലും അദ്ദേഹത്തിൻ്റെ പടം എടുത്ത് വെച്ചിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഇന്നും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മോഹൻലാലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നടീനടന്മാരെ, മുഖ്യധാര നടീനടന്മാരെ സംബന്ധിച്ചോ വന്നിട്ടുള്ള എല്ലാ വാർത്തകളും നമുക്ക് ഇന്നും അത് പബ്ലിഷ് ചെയ്യപ്പെട്ട സ്പേസുകളിൽ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വളരെ പ്രശസ്തയായ ഒരു ഗായിക, ഒരു തമിഴ് ഗായിക അസന്നിഗ്ധമായിട്ട് റിമ കല്ലിങ്കലിൻ്റെയും ആഷിഖ് കപൂറിൻ്റെയും പേര് പറയുകയും അവരുടെ താമസ സ്ഥലത്ത് ഈ പറയുന്ന ഡ്രഗ് പാർട്ടി, നിശാ പാർട്ടികൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുവെന്നും അവിടുന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ പോലും ഭയമാണെന്നും പറഞ്ഞത് അതിഗുരുതരമായൊരു വെളിപ്പെടുത്തലാണ്. അതുമാത്രവുമല്ല, അവിടെ കൊണ്ടുവരികയും സിനിമയിൽ ചാൻസ് ചോദിച്ചു വരുന്ന പല പെൺകുട്ടികളെയും ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള പല ഉപയോഗങ്ങളിലേക്കും ഇവർ തള്ളിവിടുന്നുണ്ട് എന്നും പറഞ്ഞു. ഏതെങ്കിലും ഒരാൾ അയാൾക്കുണ്ടാകുന്ന വളരെ മോശമായിട്ടുള്ള ഒരു വികാരത്തിൻ്റെ പുറത്ത് പോയിട്ട് മോശമായിട്ടൊരു പെൺകുട്ടിയോട് പെരുമാറുന്നതിനേക്കാളും അതിഗുരുതരമായ വിഷയമാണ് ചാൻസ് ചോദിച്ചു വരുന്ന പെൺകുട്ടികളെ മുഴുവനും ഈ ഒരു തലത്തിലേക്ക് ഡ്രഗ്സ് ഉപയോഗിച്ച് ഡ്രഗ്സ് കൊടുത്തതിന് ശേഷം ഈ ഒരു ആവശ്യത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത്. ആ വാർത്ത അരമണിക്കൂറിന് മുകളിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ്. കാരണം മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുവാനും തങ്ങൾക്കെതിരെ നൽകുന്ന വാർത്തകളെ പിൻവലിപ്പിക്കുവാനും വേണ്ടിയിട്ട് ശേഷിയുള്ള ഒരു പവർ ഗ്രൂപ്പാണ്. കാരണം ആ പവർ ഗ്രൂപ്പിന്റെ പുറകിലുള്ളത് വെറും സിനിമാക്കാർ മാത്രമല്ല. കാരണം അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടൊരു ലോബിയുണ്ട്. ആ ലോബി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡ്രഗ്സ് അതിവ്യാപകമായിട്ട് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോബിയാണ്. രോഹിണി, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സിനിമാ മേഖലയിൽ നടക്കുന്ന സെക്ഷൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ്റെ മുഴുവൻ കാരണമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്, സിനിമാ സെറ്റുകളിൽ നിർവ്യാജം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിർലോഭം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നാണ്, ഡ്രഗ്സ് ആണ് എന്നാണ് പറയുന്നത്. 4.5 വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. 4.5 വർഷമായിട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. എന്ത് നടപടി എടുത്തു? കഴിഞ്ഞ 4.5 കൊല്ലത്തിനിടയിൽ ഏതൊക്കെ സിനിമാ സെറ്റുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടപടികൾ സ്വീകരിച്ചു? ആരൊക്കെയാണ് നിർലോഭമായിട്ടുള്ള ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ ഒഴുക്കിന് പിറകിൽ കാരണക്കാരായിട്ട് നിൽക്കുന്നത്? സിനിമാ സെറ്റുകളിലേക്ക് മാത്രമാണോ വരുന്നത്? നമ്മുടെ എറണാകുളം പോലുള്ള നഗരങ്ങളിലെ രാത്രികാലങ്ങളിൽ മുഴുവനും ഉയരുന്ന പുകച്ചുരുളുകൾക്ക് പിറകിലുണ്ടാകുന്ന റാക്കറ്റ് ആരാണ്? അവർ തന്നെയല്ലേ സിനിമാ സെറ്റുകളിലേക്കും ഇത് എത്തിക്കുന്നത്? ഇത് എവിടെ നിന്നാണ് വരുന്നത്? ആർക്ക് വേണ്ടിയാണ് വരുന്നത്? എവിടേക്കാണ് പോകുന്നത്? ഇതിൻ്റെ പുറകിൽ ഒഴുകുന്ന ശതകോടികൾ അല്ലെങ്കിൽ സഹസ്ര കോടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എറണാകുളത്തേക്ക് കൊച്ചി തുറമുഖത്തിന് അടുത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം 25,000 കോടി രൂപയുടെ ഡ്രഗ്സ് കൊച്ചി പുറംകടലിൽ നിന്ന് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അന്വേഷിക്കണ്ടേ? സംസ്ഥാന സർക്കാർ അന്വേഷിച്ചോ? ശരിയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പിറകിൽ ഒരുപാട് പേരുടെ പ്രൈവസി ഉണ്ട്, പല വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് പരിപൂർണമായിട്ട് അത് പുറത്തുവിടാൻ പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ പുറത്ത് നടപടികളുടെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, പല പെൺകുട്ടികളുടെ ഉൾപ്പെടെ പ്രൈവസിയുടെ വിഷയമുണ്ട്. നമ്മൾ അതിനെയൊക്കെ മാനിക്കണം, വേണ്ട എന്നൊന്നും പറയുന്നില്ല, അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഈ പറയുന്ന കാര്യം അന്വേഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്തായിരുന്നു വിമുഖത, അല്ലെങ്കിൽ അവർക്ക് എന്തായിരുന്നു മടി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാർ ഒന്നാമതായിട്ട് ഉത്തരം പറയേണ്ടത് ആരുടെയെങ്കിലും കതകുമുട്ടലിൻ്റെ പിറകിലല്ല, ഈ പറയുന്ന കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അന്വേഷണം നടത്തേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ PV അൻവർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുണ്ടല്ലോ. എന്താണ് കേരള പോലീസ് എന്ന് പറയുന്നത്? ഈ പറയുന്ന സ്വർണ്ണക്കടത്തിൻ്റെ 60% പോലും പോകുന്നത് കേരള പോലീസിലെ ഉന്നതരിലേക്കാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മയക്കുമരുന്ന് കടത്തിലും അവരിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതെ. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ സൂപ്പർ പവർ എന്ന് പറയുന്നത് ലഹരി മാഫിയ തന്നെയാണോ? നോക്കൂ രോഹിണി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നിരിക്കുന്ന 3 വാർത്തകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ അതിലൊന്ന് ഒരു യുവനടൻ അല്ലെങ്കിൽ ചാൻസ് തേടിയ ഒരു നടൻ ഒരു സംവിധായകനെ കോൺടാക്ട് ചെയ്യുന്നു. ആ സംവിധായകൻ അദ്ദേഹത്തിന്റെ മോശമായിട്ടുള്ള ചില ചിത്രങ്ങൾ എടുത്തതിന് ശേഷം അതൊരു നടിക്ക് അയച്ചു കൊടുത്തുവെന്നും അവർക്കത് ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നതായിട്ട് ഒരു വാർത്ത വന്നു, ഒരു ആരോപണം വന്നു. നടിയുടെ പേരും സംവിധായകന്റെ പേരും എല്ലാം തന്നെ ഈ നടൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മനോരമ, മാതൃഭൂമി തുടങ്ങിയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത വന്നതിന് ശേഷം പിന്നീട് ആദ്യം ഉണ്ടായിരുന്ന നടിയുടെ പേര് പിന്നീട് എഡിറ്റ് ചെയ്ത് ഒരു നടി എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പൊ അത്
ഞാൻ ആ സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അതിന്റെ ഇംഗ്ലീഷ് സമ്മറിയിൽ ഇപ്പോഴും നടിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെയും ആക്ട്രസ് എന്ന് മാത്രമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഒരു ഉദാഹരണം. 2, ബ്രോഡാഡി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ സഹകരിച്ച ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ അതിലെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ക്രൂരമായിട്ട് മാനഭംഗപ്പെടുത്തി, ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചപ്പോൾ അത് വാർത്തയാകുന്നില്ല. അതിനുശേഷം പിന്നീട് അവർ പരാതി കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് വാർത്തയാകുന്നത്. ഇതേ സമയത്ത് നമ്മൾ മറ്റുള്ള നടന്മാർക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ നോക്കിയാൽ അതിൽ പരാതി കൊടുത്തതിന് ശേഷമല്ല ഇതെല്ലാം തന്നെ വാർത്തയാകുന്നത്, നേരെ മറിച്ച് ആരോപണം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതെല്ലാം തന്നെ വാർത്തയാകുന്നു എന്നുള്ളത് നമുക്ക് കാണാം. മൂന്നാമത്തെ സംഭവം, അല്പം മുമ്പ് ശ്രീ യുവരാജ് പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സംവിധായകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ തന്നെ ഡ്രഗ് പാർട്ടി നടത്തുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വലിയ ആരോപണം. ആ ആരോപണം ഇതേപോലെ തന്നെ മാതൃഭൂമിയും മനോരമയും ഒക്കെ തന്നെ വാർത്തയാക്കുന്നു. പക്ഷെ ആ വാർത്ത പോസ്റ്റ് ചെയ്തതിന് ശേഷം ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും ആ വാർത്ത ഓൺലൈനിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അത് അപ്രത്യക്ഷമാകുന്നത് ഇപ്പോൾ മനോരമയുടേത് വളരെ ഇൻട്രസ്റ്റിംഗ് കേസാണ്. ഞാനതിൽ നോക്കുമ്പോൾ മനോരമ ഓൺലൈനിൽ നിന്ന് ആദ്യം അത് അപ്രത്യക്ഷമാകുന്നു. പക്ഷെ ആ സമയത്ത് മനോരമ ന്യൂസിന്റെ ഓൺലൈനിൽ അത് കിടപ്പുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അവിടെ നിന്നും അത് അപ്രത്യക്ഷമാകുന്നു. അതിന്റെ അവർ പ്രൊമോ കാർഡ്, ന്യൂസ് കാർഡുകൾ ഇറക്കുന്നതെല്ലാം തന്നെ ഇല്ലാതെയാകുന്നു. അപ്പൊ ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇവരൊക്കെ ആലോചിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെ ഒരു വാർത്ത പോസ്റ്റ് ചെയ്തതിനു ശേഷം അത് മുക്കിയാലും ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ ഇന്റർനെറ്റിൽ അവശേഷിക്കും എന്നുള്ളതാണ്. വെബ് ആർക്കൈവുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മുക്കിയിരിക്കുന്ന വാർത്ത അതേപോലെ തന്നെ അതിൽ കാണാവുന്നതുമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിൽ എന്തുകൊണ്ടാണ് ചില വാർത്തകൾ കൊടുക്കുകയും അല്ലെങ്കിൽ ചില പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരുടെ വാർത്തകൾ കൊടുക്കുകയും അത് മുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ആൾക്കാർക്ക് സ്വാധീന ശക്തി ഉണ്ട് എന്നോ, അല്ലെങ്കിൽ നിങ്ങളൊരു പത്രമാധ്യമം എന്ന നിലയിൽ അവരെ ഫേവർ ചെയ്യുന്നുണ്ട്, അവരെ മാത്രം അനുകൂലിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്കെതിരെയുള്ള വാർത്തകളെല്ലാം നിങ്ങൾ കൊടുക്കുന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് ഈ രീതിയിലത്തേക്ക് സിനിമ ഇൻഡസ്ട്രിയെ മാത്രമല്ല മാധ്യമങ്ങളെ ഉൾപ്പെടെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ അവർക്കുണ്ട് എന്നതാണ് പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പവർ അതോറിറ്റി എന്നതിന്റെ സാമാന്യമായിട്ടുള്ള നിർവചനമെങ്കിൽ ആരാണ് പവർ ഗ്രൂപ്പ് എന്നത് ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ സിനിമയിലെ പവർ ഗ്രൂപ്പ് മാത്രമല്ല, നേരെ മറിച്ച് തങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു പവർ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് എന്ന് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സിനിമ ആസ്വാദകരായിട്ടുള്ള ആൾക്കാർ ധരിച്ചാൽ അവരെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഈ സിനിമകളുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തിനെ പറ്റി നിരവധി ആരോപണങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, രാഷ്ട്രീയക്കാരിൽ നിന്ന് പോലും അത് ഉണ്ടായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ വരുന്ന കള്ളപ്പണം, ആ കള്ളപ്പണത്തിൽ ലഹരി മേഖലയിലേക്ക് അല്ലെങ്കിൽ ലഹരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ഇതിനെ എത്രത്തോളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കള്ളപ്പണത്തിനെ വിനിയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ട്. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ 2016 വരെ 11 മുതൽ 16 വരെ ഭരിച്ചത് കോൺഗ്രസ് ആണ് എങ്കിൽ പോലും 2014 എന്ന് പറയുന്ന ഒരൊറ്റ വർഷത്തിൽ മാത്രം സിനിമാ മേഖലയിൽ 100 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആരോപണം ഉന്നയിച്ചയാളാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല. ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് UDF ഭരിക്കുന്ന സമയത്താണ്. അപ്പൊ അന്ന് തന്നെ ഇതിൽ മാഫിയയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പണം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാഫിയ പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എങ്ങനെയാണ്? ഒരു ഡ്രഗ് കാർട്ടലായിട്ടാണ് അത് പ്രവർത്തിക്കുക. 2019 തുടങ്ങി ഏതാണ്ട് എല്ലാ വർഷവും മലയാള സിനിമയിലുള്ള കള്ളപ്പണ ഇടപാടുകളെ പറ്റി അന്വേഷിക്കണം എന്നും അതേപോലെ തന്നെ ലഹരി ഉപയോഗത്തിനെ പറ്റി അന്വേഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇൻഡിവിജ്വലായിട്ട് നിർമ്മാതാക്കൾ വന്നിട്ടുണ്ട്, നിർമ്മാതാക്കളുടെ സംഘടനകൾ തന്നെ വന്നിട്ടുണ്ട്. അവർ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിർമ്മാതാവായിട്ടുള്ള സിയാദ് കോക്കർ പറഞ്ഞിരുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത്, നിയമാനുസൃതവും സത്യസന്ധവുമായി സിനിമ നിർമ്മിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാരും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് വന്ന സമയത്ത് അന്ന് ശ്രീ AK ബാലന്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനെ കുറിച്ച് സർക്കാർ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്നാണ്. ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 2020 ആണ്. അപ്പൊ ചുരുങ്ങിയത് 4 വർഷം മിന്നൽ പരിശോധന നടത്തുമെന്നാണ് അന്ന് പറഞ്ഞത്. അതെ, അപ്പൊ ചുരുങ്ങിയത് 5 വർഷം കഴിഞ്ഞതിന് ശേഷവും മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നതായിട്ട് നമുക്കറിയില്ല. അഥവാ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടപടികൾ ആർക്കെങ്കിലും എതിരെ സ്വീകരിച്ചതായിട്ട് നമുക്കറിയില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് എവിടെ വന്നിട്ടുണ്ട് എന്നും നമുക്കറിയില്ല. ഇതേ ആരോപണം തന്നെ 2020, 2022, 2023 ഒക്കെ തന്നെ ആവർത്തിച്ചു. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിർമ്മാതാക്കൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, സിനിമയിലുള്ള നടന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത് വന്നിട്ടുണ്ട്. 2 നടന്മാർ, മലയാള സിനിമയിലെ മെയിൻ സ്ട്രീമിൽ അഭിനയിക്കുന്ന 2 നടന്മാർ. ഒന്ന് ശ്രീ ടിനി ടോമാണ്. അദ്ദേഹം പറഞ്ഞത് തന്റെ മകനെ
സിനിമയിലേക്ക് വിടുന്നതിന് തനിക്ക് ഭയമാണ്. കാരണം സിനിമയിൽ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ലഹരിക്ക് അടിമയായി പല്ല് പൊടിഞ്ഞു പോയ ഒരു പ്രമുഖ നടനെ തനിക്കറിയാം എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കും, ഇത് വിശദമായിട്ട് അന്വേഷിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ അന്വേഷണം എവിടെയായി എന്നതിനെ പറ്റി അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു നടനെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പോലീസുകാരോട് അദ്ദേഹം ആ വിവരം പറയും. എങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാവുന്നതാണ്. ഒന്നും കണ്ടില്ല. ബാബുരാജ് അദ്ദേഹം ഇതേപോലെ തന്നെയുള്ള ആരോപണം പറഞ്ഞു. ലഹരി ഉപയോഗം എന്ന് പറയുന്നത് സിനിമയിൽ ഉണ്ട് എന്നും അത് ചെറുക്കപ്പെടേണ്ടതാണ് എന്നുമൊക്കെ പറഞ്ഞു. അപ്പൊ സിനിമയിലുള്ള വിവിധ മേഖലകളിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഇതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു വിധത്തിലുള്ള അന്വേഷണം നടത്തിയതായിട്ട് നമുക്കറിവില്ല. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം. സർക്കാരിന് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നിരവധിയായിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കാർ സ്കൂളുകളും മറ്റും കേന്ദ്രീകരിച്ചിട്ട് നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ, ബോധവൽക്കരണ പരിപാടികൾ ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. യുവതലമുറയെ ഇത് ബാധിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു ബോധവൽക്കരണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് സിനിമ എന്ന് പറയുന്നത് പ്യുവർലി ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് കൂടി അതിലുള്ള എന്തെങ്കിലും നിയമലംഘനം വന്നു കഴിഞ്ഞാൽ ആ നിയമലംഘനം എന്ന് പറയുന്നത് എൻഡോഴ്സ് ചെയ്യുന്നില്ല ഈ സിനിമയുടെ മേക്കേഴ്സും എന്ന അർത്ഥത്തിൽ ചില ഡിസ്ക്ലൈമറുകൾ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് മൃഗങ്ങളെ അതിൽ എന്തെങ്കിലും കാര്യത്തിൽ മോശമായിട്ട് അതിന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് ഇതിന്റെ ഷൂട്ടിങ്ങിൽ പ്രവർത്തിച്ചിട്ടില്ല, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കണം, ലഹരി ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെപ്പറ്റി വളരെ വലിയ ബോധവൽക്കരണം നടത്തുന്ന ഒരു സർക്കാർ അതിന് സിനിമ എന്ന് പറയുന്നതിനെ ഒരു വളരെ മാസ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഡയറക്റ്റ് ആയിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് തന്നെ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുകയും ഒരു അസോസിയേഷൻ തന്നെ അവരുടെ കോമൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിനെപ്പറ്റി പറയുകയും അങ്ങനെയുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട് എന്ന് പോലുമുള്ള പ്രസ്താവനകൾ വന്നിരുന്നു. അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് പോലീസ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ലിസ്റ്റ് തങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷവും എന്ത് നടപടിയിലേക്കാണ് പോയിട്ടുള്ളത്? ഒരു സെറ്റിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഈ കാര്യത്തിലൊന്നും മറുപടിയില്ല. ഇത് പറയുന്ന സമയത്ത് ശ്രീ എ കെ ബാലനാണെങ്കിലും ശ്രീ സജി ചെറിയാനാണെങ്കിലും എല്ലാം തുടർച്ചയായിട്ട് ആവർത്തിക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോൺക്ലേവ് നടത്തുമെന്നാണ്. ഈ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്ന കാര്യം പോലും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നിരിക്കുന്ന സാഹചര്യത്തിലും കോൺക്ലേവ് നടത്തും എന്ന് പറയുന്നു. നടപടി എവിടെ സർക്കാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നടപടിയില്ല. അപ്പൊ ഇതിലൊരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പവർ ഗ്രൂപ്പിനെ സഹായിക്കുന്ന രീതിയിലത്തേക്ക്, ഇപ്പോൾ നിസ്സഹകരണം കൊണ്ട് സഹായിക്കുന്ന രീതിയിലത്തേക്ക് സർക്കാർ പെരുമാറുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല രോഹിണി. അതെ, ശ്രീ ബി എൻ ഹസ്കർ, സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. കാരണം എന്ത് കാര്യക്ഷമമായ ഇടപെടലാണ്, ഇത്രയധികം അപജയങ്ങളാണ് സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്നത് എന്നറിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലിനും മുതിരാത്തത്. സർക്കാർ ഈ പവർ ഗ്രൂപ്പിനെയാണോ ഭയക്കുന്നത്, അതോ ഈ പവർ ഗ്രൂപ്പിൽ സർക്കാരിന്റെ ബിനാമികൾ, രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ പിൻബലം ഒക്കെ തന്നെ ചേർന്നിരിപ്പുണ്ടോ? രോഹിണി, ഇത് ഒന്നാമതായി സിനിമ എന്ന് പറയുന്ന ഒരു സർഗാത്മക പ്രതിഭാസം. എല്ലാ സർഗാത്മക പ്രതിഭാസത്തിലും സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കാൻ. നമുക്കറിയാം 1970-കളിൽ മലയാള നോവലിൽ ആധുനികതയുടെ വസന്തത്തിന്റെ ഇടിമുടക്കം നടന്ന കാലഘട്ടം. അന്ന് എം മുകുന്ദൻ എഴുതിയ ഹരിദ്വാറിൽ മണിമുടങ്ങുന്നു എന്ന് തുടങ്ങുന്ന നോവലുകളിൽ തുടങ്ങി മലയാളത്തെ ആധുനിക നോവലുകൾ ആകമാനം മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് പ്രവർത്തിച്ചു എന്ന ആക്ഷേപം ഉണ്ടാവുകയും അത്തരത്തിലൊരു ആരോപണം അക്കാലത്ത് കേരളക്കരയിൽ ആകമാനം ഉയർന്നു വരികയും ചെയ്തു. ഇപ്പൊ മലയാള സിനിമയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം മലയാള സിനിമയിൽ നിശ്ചയമായും ലഹരി മാഫിയ ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായി പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നിലുള്ള ഒരു വസ്തുതയാണ്. ആ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് മുന്നിൽ ഈ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അത്തരത്തിൽ അന്വേഷണത്തിന് വഴി തുറക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ അന്വേഷണമാണ് സർക്കാർ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ പലഘട്ടം സിനിമാ സെറ്റുകളിലാകമാനം ഇക്കാര്യത്തിൽ പോലീസ് ഇടപെടലുകളും എക്സൈസിന്റെ ഇടപെടലുകളും പല ഘട്ടങ്ങളിൽ ഉണ്ടായതായി അനുഭവസ്ഥർ പറഞ്ഞതായി എനിക്കറിയാം. അപ്പൊ സ്വാഭാവികമായും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലാകമാനം മയക്കുമരുന്നിന്റെ ഉപഭോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു പോകുന്നത്. നമുക്ക് ബോധവൽക്കരണമാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് ചെയ്യാനാവുക. ആ ബോധവൽക്കരണ പ്രക്രിയയിലാണ് സംസ്ഥാന സർക്കാർ എപ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഭരണകൂടത്തിനും സമൂഹത്തിനും ഊന്നൽ നൽകാനാവും. അത്തരം ബോധവൽക്കരണ
ഇവിടെ നമുക്ക് ബോധവൽക്കരണം നടത്താം സ്കൂൾ തലത്തിൽ യുവജനങ്ങൾക്കിടയിൽ ഒക്കെ. പക്ഷേ ഒരു വലിയ മാഫിയ സംഘം തന്നെ പിടിമുറുക്കിയിരിക്കുന്ന സിനിമാ മേഖലയിൽ എന്ത് ഇടപെടൽ സർക്കാർ നടത്തി എന്നുള്ളതാണ്. നിരീക്ഷിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് വെറും നാമമാത്രമായി ഒതുങ്ങുകയാണ്. 2019 സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളെ നിരന്തരം നിരീക്ഷിക്കുകയും തുടർന്നുള്ള അന്വേഷണം നടക്കുകയും മിന്നൽ പരിശോധന അടക്കം നടക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ പിന്നീട് അങ്ങോട്ടൊന്നും കണ്ടില്ല. ഒരു 4 പേർ ഇതിനിടയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കസ്റ്റഡിയിലായി, അവർ പുറത്തിറങ്ങി. പക്ഷേ അവരാർക്കാണ് ഇത് സപ്ലൈ ചെയ്തത്, ആരാണ് ഇതിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ടിരുന്നത്, ആരാണ് ഇവർക്ക് നൽകുന്നത് എന്നുള്ളതിനൊന്നും അടിസ്ഥാനത്തിൽ തുടരന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അതാണ് ചോദിച്ചത്. സർക്കാർ എന്തുകൊണ്ടാണ് ഈ തുടരന്വേഷണങ്ങൾക്ക് ഭയക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നാക്കം പോകുന്നത്? റോഡി, കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ ഇറങ്ങിയ മലയാള സിനിമയിൽ നഷ്ടമെന്ന് പറയുന്നത് 300 കോടി രൂപയാണ്. അതിന് മുൻ വർഷങ്ങളിലും 300ഓളം കോടി രൂപയുടെ നഷ്ടം വന്ന ഒരു സ്വകാര്യ പഠന റിപ്പോർട്ടിന്റെ ഭാഗമായി വിവരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പം മലയാള സിനിമയിൽ സ്വകാര്യ നിക്ഷേപത്തിലൂടെ മാത്രം നടത്തപ്പെടുന്ന ഒരു സിനിമയാണ്. സർക്കാർ പദ്ധതിയല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. സ്വാഭാവികമായി സ്വകാര്യ പങ്കാളിത്തത്തിൽ വരുന്ന മലയാള സിനിമകൾ, ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് നമുക്കറിയാം. ഇപ്പോ പ്രത്യക്ഷത്തിൽ ഈ വർത്തമാനകാലത്ത് ഓടുന്ന ഏറ്റവും മികച്ച സിനിമ, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് വാഴ എന്ന് പറയുന്ന സിനിമയാണ്. വാഴ എന്ന് പറയുന്ന സിനിമയിലെ ഏത് പവർ ഗ്രൂപ്പാണ് നിയന്ത്രിച്ചിട്ടുള്ളത്? നമുക്കറിയാം പ്രേമലു ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതുപോലെ മഞ്ഞുമൽ ബോയ്സ് കേരളത്തിലും പുറത്തും ഒക്കെ തന്നെ നല്ല കളക്ഷൻ ലഭിച്ചിട്ടുള്ള സിനിമയാണ്. ഏത് പവർ ഗ്രൂപ്പാണ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഈ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിൽ ഒരു സിനിമയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ വെട്ടിച്ചതും സഹപ്രവർത്തകർക്ക് പണം നൽകാതായതും ED അന്വേഷണം എത്തുമെന്നായപ്പോൾ അത് ഒതുക്കി തീർത്തതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെല്ലാം അന്വേഷിക്കട്ടെ തന്നെ, അതിലൊന്നും ഒരു സംശയമില്ല. നിങ്ങൾ ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ തുടങ്ങി ഓരോ പേര്, അത് തന്നെയാണ് ചോദ്യം. ഈ മട്ടാഞ്ചേരി മാഫിയ അപ്പോൾ അവരുടെ ഇടപെടലുണ്ട് അല്ലേ? 2 സംഘപരിവാറിന് ആഷിഖ് കപൂറിനും റിമ കല്ലിങ്ങിനോടുള്ള വിരോധം ഇന്നും ഇന്നലെയും തുടങ്ങിയില്ല. അവരുടെ നിലപാടുകളാണ് അവരെ സംഘപരിവാറിനോടുള്ള വിരോധത്തിന് കാരണമായിട്ടുള്ളതെന്ന് നിങ്ങൾ അവരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ശ്രീ ഹസ്കർ, ഇവിടെ ആഷിഖ് കപൂറിനെയും റിമ കല്ലിങ്കലിനും എതിരെ ആരോപണം ഉന്നയിച്ചത് തമിഴ് ഇൻഡസ്ട്രിയിലെ ഒരു ഗായികയാണ്. അവരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അവർക്ക് മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊന്നുമില്ല. അവർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് വാർത്തയാക്കിയതേ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ ആഷിഖ് കപൂർ തന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. റിമ കല്ലിങ്കൽ WCCയിലെ അംഗമായിരുന്നു. പക്ഷേ പിന്നീട് തുടർന്ന് ഇവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ആരാണ് ഇങ്ങനെ മറച്ചുവെക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറച്ചുവെക്കുന്നത്? അതാണ് സ്വാഭാവികമായ സംശയം. രോണി, ഇത് ആഷിഖ് കപൂറിനെയും റിമ കല്ലിങ്കലും പലപ്പോഴും നിലപാടുള്ള സിനിമാക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് WCCയുടെ കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിൽ തുറന്നു പറച്ചിലുകൾ നടത്തുന്ന 2 സിനിമാ പ്രവർത്തകർ, സാധാരണ സിനിമാ പ്രവർത്തകർ അത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ നടത്താറില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിനെതിരെ വന്നിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് ആഷിഖ് കപൂർ വളരെ കൃത്യമായ നിലപാടെടുത്തിരുന്നു. അതുപോലെ ആർജവമുള്ള നിലപാടെടുക്കുന്ന ഒരു സിനിമാക്കാരനാണ് ആഷിഖ് കപൂർ. അപ്പൊ അത്തരത്തിൽ ആഷിഖ് കപൂർ നിലപാടെടുക്കുന്നത് കൊണ്ട് ആഷിഖ് കപൂറിന് കേരളത്തിലെ ആകമാനം അങ്ങനെ വിരോധങ്ങൾ സമ്പാദിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഇപ്പോ ഒരു തമിഴ് ഗായിക, ആ തമിഴ് ഗായികയുടെ രാഷ്ട്രീയ നിലപാടോ ആ തമിഴ് ഗായികയ്ക്ക് ഇവരോടുള്ള വിരോധത്തെ സംബന്ധിച്ചോ നിങ്ങളാരും അന്വേഷിച്ചിട്ടില്ലല്ലോ. മുഖ്യധാരാ മാധ്യമങ്ങൾ ആകമാനം ആ വാർത്തകൾ മുക്കിക്കൊന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിലാപമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിപ്പോ ഇത് ന്യൂസ് അവറിൽ ഇത് ചർച്ച ചെയ്യാനുള്ള തയ്യാറെടുപ്പ് പോലും നിങ്ങൾ നടത്തിയിട്ടില്ലേ? അപ്പൊ അത് അങ്ങനെ മുങ്ങിപ്പോയതാണോ? സ്വാഭാവികമായും നിങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ആ ചർച്ച ചെയ്യുന്നത് പോലും അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അതിന്റെ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാലത്തും ആഷിഖ് കപൂറും റിമ കല്ലിങ്കലും എടുത്തിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് നിങ്ങൾക്കതോട് വിരോധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് ചർച്ച ചെയ്യണം, നിങ്ങളത് വാർത്തയാക്കണം. അതെന്തായാലും ഇനി വരും കാലങ്ങൾ തെളിയിക്കും. ശ്രീജിത്ത് പണിക്കർ, ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്ത് മാത്രം ഉടലെടുത്ത വിവാദങ്ങളാണോ? അല്ല, ഇത് നോക്കൂ ശ്രീ ഹസ്കർ, ഒരു കാര്യം ആലോചിക്കേണ്ടത്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ പുറത്താണ് ഇത് വന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിവിടെ ശ്രമിക്കുന്നത് കുറ്റം ആരോപിക്കുന്ന ആൾക്കാരുടെ ഇന്റൻഷൻ എന്താണ് എന്ന് ഡൗട്ട് ചെയ്യുകയാണ്. അപ്പൊ ചില വിഷയങ്ങളിൽ അത് ചെയ്യുകയും ചില വിഷയങ്ങളിൽ അത് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇരട്ടത്താപ്പാണ്. ഇപ്പോ അങ്ങനെയാണ് എങ്കിൽ
ശ്രീ മുകേഷിനെതിരെ ആരോപണം വരുന്നു. അദ്ദേഹം ഒരു സിറ്റിംഗ് MLA ആണ്, അദ്ദേഹം ഇടതുപക്ഷമാണ്, CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. ശ്രീ ഹസ്കറിനോടുള്ള ഡയറക്റ്റ് ചോദ്യമാണ്, ശ്രീ മുകേഷിനെതിരെയുള്ളതെല്ലാം തന്നെ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് എന്ന് ശ്രീ ഹസ്കർ വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ? അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം, യെസ് ഓർ നോ പറഞ്ഞതിന് ശേഷം ഞാൻ തുടരാം. അല്ല, ശ്രീജിത്ത് അതിനകത്ത് എനിക്ക് വ്യത്യസ്തമായ നിലപാടാണുള്ളത്. സ്വാഭാവികമായും മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, ധാർമ്മികതയുടെ പേരിൽ മുകേഷ് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ തുടരെ ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് വ്യത്യസ്തമാണെങ്കിൽ പോലും പാർട്ടി അങ്ങനെ ഒരു നിലപാട് എടുക്കരുത് എന്നുള്ള സുവ്യക്തമായ നിലപാടാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്. പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്, കാരണം UDF MLA-മാർ രാജിവെച്ചിട്ടില്ലല്ലോ. ഇന്ത്യ ആകമാനം 135 MLA-മാർക്കെതിരെ കേസുണ്ട്, 16 MP-മാർക്കെതിരെ കേസുണ്ട് ഇത്തരം ലൈംഗിക അതിക്രമത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യകതയില്ല, അവരാരും രാജിവെച്ചില്ല എന്ന നിലപാടല്ല. ഇടതുപക്ഷം അങ്ങനെയല്ല കാണേണ്ടത്. ഇടതുപക്ഷം കാണേണ്ടത് വലതുപക്ഷം ചെയ്ത തിന്മകൾക്ക് എതിര് നിൽക്കുക എന്നുള്ളതാണ്. വലതുപക്ഷത്തിന്റെ തിന്മകളെ ചേർത്ത് പിടിക്കുകയല്ല ഇടതുപക്ഷം ചെയ്യേണ്ടത്. അതുകൊണ്ട് മുകേഷ് ധാർമ്മികമായി രാജിവെക്കണം എന്ന നിലപാട് തന്നെയാണ്. അത് കെട്ടിച്ചമച്ചതോ ആണോ അല്ലയോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ തെളിയട്ടെ. സമ്മതിച്ചു. നല്ല വ്യക്തമായിട്ടുള്ള സുവ്യക്തമായിട്ടുള്ള നിലപാടാണ് ശ്രീ ഹസ്കറിൻ്റെത്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ CPM-ന്റെ നിലപാട് അതല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ളത് വ്യാജ ആരോപണമാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ടാവുന്നത് കൊണ്ടായിരിക്കാം ശ്രീ ഹസ്കർ പറയുന്ന ധാർമ്മികത CPM ഇപ്പോൾ പുലർത്താത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ എനിക്കൊരു ബോണസ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ശ്രീ ഹസ്കറിനോട്. സമാനമായിട്ടുള്ള ഒരു ആരോപണം ഒരിക്കലും വരാതിരിക്കട്ടെ. CPM-ന്റെ ഏതെങ്കിലും ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഏത് ലെവൽ വരെ വേണേ പൊക്കോളൂ, മുഖ്യമന്ത്രി സ്ഥാനം വരെ പറ്റുള്ളൂ, അങ്ങനെ ആൾക്കാർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊന്നും ചിന്തിക്കാതെ, രാഷ്ട്രീയമായിട്ടാണോ അത് ട്രിഗർ ചെയ്തിരിക്കുന്നത്, ആരോപണം ഉന്നയിക്കുന്ന ആളിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ, ഇതൊന്നും ചിന്തിക്കാതെ അവർ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നാണോ താങ്കളുടെ അഭിപ്രായം? മന്ത്രിമാരായിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ. അങ്ങനല്ലേ, ഇതില് ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അല്ല മുകേഷിനെ എന്ന നിലയിലാണ് മുകേഷിനെതിരെ ആരോപണം വന്നത്, MLA എന്ന നിലയിലല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു ആരോപണത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ധാർമ്മികതയുടെ വശം എടുത്തത്. കാര്യം അതിനുശേഷമാണ് അദ്ദേഹം MLA ആവുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർക്കെതിരെ, പലപ്പോഴും രാഷ്ട്രീയക്കാർക്കെതിരെ ഇത്തരം ആരോപണം കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ പല ഘട്ടങ്ങളിലും ഒന്നും. നമുക്കറിയാലോ, ഒരു മുൻ മന്ത്രിയുടെ കാറിൽ ഒരു സ്ത്രീ യാത്ര ചെയ്തു എന്നുള്ളത് കൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുള്ള ഒരു മന്ത്രിയുടെ നാടാണ് കേരളം. അപ്പൊ അങ്ങനെ പോലും ഇത്രയധികം മാധ്യമങ്ങളുടെ ശ്രദ്ധയോ ജാഗ്രതയോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ സ്വാഭാവികമായും ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കണമെന്ന് തന്നെയാണ് ധാർമ്മികതയുടെ പേരിൽ ഞാൻ കരുതുന്നത്. അങ്ങനെ രാജിവെക്കുക തന്നെ വേണം എന്നുള്ളത് തന്നെ. കാരണം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരിക എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഒരുപക്ഷെ അതൊരു ബാലിശമായ കാഴ്ചപ്പാടായി കേൾക്കുന്നവർക്ക് തോന്നാമെങ്കിലും അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അല്ല ശ്രീ ഹസ്കർ, അങ്ങനെയാണെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്നാമത്തെ ചോദ്യം, സിനിമക്കാർക്ക് മാത്രമേ ധാർമ്മികത ആവശ്യമുള്ളൂ, രാഷ്ട്രീയക്കാർക്ക് അത് ആവശ്യമില്ലേ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, സിമി റോസ്ബെൽ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പല ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള, AICC വരെ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ഒരു നേതാവ് സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം, സിനിമാ മേഖലയിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം പാർട്ടി നേതൃത്വത്തിനെതിരെ പറയുകയും അത് പറഞ്ഞ് അതൊരു വലിയ വിവാദമാകുന്ന സമയത്ത് പാർട്ടി ചെയ്തിരിക്കുന്നത് അവരെ അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണ് എന്ന രീതിയിലത്തേക്ക് വരുന്നു. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? താങ്കൾ പറയുന്നത് ചില പ്രത്യേക രീതിയിലുള്ള ധാർമ്മികത എന്ന് പറയുന്നത് സിനിമക്കാർക്ക് വേണം, രാഷ്ട്രീയത്തിൽ അത് വ്യത്യസ്തമാണ്. രാഷ്ട്രീയത്തിൽ താങ്കൾ PT ചാക്കോയുടെ അടക്കം ഉദാഹരണം പറയുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ ഹസ്കർ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടേതാണ്. അപ്പൊ ആ സമയത്തെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് ഒരേ നിലപാടാണ് ഉണ്ടായിരുന്നത്. യാതൊരു വിധത്തിലുള്ള വ്യത്യസ്തയും അവരുടെ നിലപാടുകളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ധാർമ്മികത എന്ന് പറയുന്നതിനെ ഒരു അളവുകോലാക്കി എടുത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയും മറ്റുള്ള ഇൻഡസ്ട്രികളിൽ അത് ബാധകമല്ല എന്ന് പറയാനും കഴിയുകയില്ല എന്നുള്ളതാണ് എൻ്റെ ബേസിക് പോയിന്റ്. രണ്ട്, ഈ ആരോപണം വന്നിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും പൊതുജനത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മാധ്യമം ശ്രമിക്കുന്ന സമയത്ത് മാധ്യമം ഏതായാലും അവര് അതിന്റെ ജഡ്ജ്മെന്റിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വായനക്കാരൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു സബ്സ്ക്രൈബർ എന്ന രീതിയിലേക്ക് എനിക്ക് പറയാനുള്ള ഏറ്റവും മിനിമം കാര്യം. ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ആ ആരോപണം ഉന്നയിക്കുന്ന ആളിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നതൊക്കെ സെക്കൻഡറിയാണ്. പ്രാഥമികമായിട്ട് അവരൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് അവരൊരു സ്ത്രീയാണോ, അവർ പറഞ്ഞിരിക്കുന്ന ആരോപണം അതീവ ഗുരുതരമായിട്ടുള്ളതാണോ എന്നതിന് മാത്രമേ പ്രാധാന്യം കൊടുക്കാവൂ.
അത് വാർത്തയാകുക തന്നെ വേണം. അതിനുശേഷം ചർച്ച ഉണ്ടാകട്ടെ. അപ്പോൾ അവരുടെ രാഷ്ട്രീയത്തിനെ പറ്റിയോ അവർക്ക് എന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെപ്പറ്റിയോ ഒക്കെ തന്നെ പറയട്ടെ. പക്ഷേ വാർത്ത ആദ്യം കൊടുത്തതിന് ശേഷം ആ വാർത്ത മുക്കുന്ന ഒരു മാധ്യമത്തിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? താങ്കളോട് ഇന്ന് ചെറിയൊരു ഉദാഹരണം പറയാം. ശ്രീ PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. സ്റ്റേറ്റ്മെന്റുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുത്തിയിരിപ്പുണ്ടായി. അദ്ദേഹം പല രീതിയിലുള്ള ആരോപണങ്ങൾ പറഞ്ഞു. പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അടക്കം അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രതിരോധത്തിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ നിലപാട് വളരെ മയപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മനോരമ ഓൺലൈനിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു കാർഡ് കൊടുത്തിരിക്കുന്നത് ശ്രീ PV അൻവറിന്റെ പടത്തിനോടൊപ്പം തന്നെ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് വഴങ്ങി വിഴുങ്ങി എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ തമിഴ് ഗായിക സുചിത്രയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് മനോരമ ചെയ്തിരിക്കുന്ന കാര്യത്തിനെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കൂ. മനോരമ ആദ്യം വാർത്ത കൊടുക്കുന്നു. വാർത്ത കൊടുത്തതിന് ശേഷം ആ വാർത്ത അവരുടെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും എടുത്തു മാറ്റുന്നു. ഈ വഴങ്ങി വിഴുങ്ങി എന്ന് നമുക്കത് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മാധ്യമരംഗത്തുള്ള ആൾക്കാരാണെങ്കിലും രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാരാണെങ്കിലും സിനിമാ രംഗത്തുള്ള ആൾക്കാരാണെങ്കിലും ഒരേ തരത്തിലുള്ള ധാർമ്മികത മാത്രമേ പാടുള്ളൂ. അല്ലാതെ ഓരോ ഫീൽഡിലും വ്യത്യസ്തമായിട്ടുള്ള ധാർമ്മികത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, ഈ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തൽ. ഈ സുചിത്രയുടെ വെളിപ്പെടുത്തൽ എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മുക്കിയ ഒരു മാധ്യമം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയയായ നടിയുടെ ഒരു പ്രസ്താവന വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പൊ അവർക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ കാർഡുണ്ട്. ആ കാർഡിലെല്ലാം തന്നെ അവർ പറയുന്നത് പരാതി നൽകി നടി എന്ന് പറഞ്ഞിട്ട് അവരുടെ ചിത്രത്തോടൊപ്പം അവരുടെ പേരിനോടൊപ്പം തന്നെ വളരെ വിശദമായിട്ട് പറയുന്നു. അപ്പൊ അവരുടെ വായനക്കാരായിട്ടുള്ള, അവരുടെ വരിക്കാരായിട്ടുള്ള ആൾക്കാർ ആരാണ് ഈ പരാതി കൊടുത്തത്, എന്തായിരുന്നു ആ പരാതി എന്ന് എങ്ങനെയാണ് അറിയുന്നത്? കാരണം ആ വശം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇതുവരെ വാർത്ത മുക്കിയതിനു ശേഷം കാത്തിരുന്നതിന് ശേഷം മറുഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, നടൻ ശ്രീ ജയസൂര്യയുടെ കാര്യത്തിൽ അദ്ദേഹം പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഇറക്കിയിട്ടുണ്ട്. ഇത് രണ്ടും വ്യാജ ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു പ്രതികരണം വരുന്നത് വരെ ഈ മാധ്യമങ്ങൾ ആരെങ്കിലും കാത്തുനിന്നോ? ഒന്നാലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടാകുന്നു. ആ ആരോപണങ്ങൾ 2 സ്ത്രീകൾ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങളുടെ മെറിറ്റ് എന്തായാലും അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതിന്റെ സാഹചര്യമോ അവരുടെ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ആരും ചെയ്യാനായിട്ട് പോയില്ല. നേരെ മറിച്ച് ഇപ്പോ ഈ വിഷയത്തിൽ ഗായിക സുചിത്രയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടാണ് മറ്റു വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത് എങ്കിൽ ആ ആരോപണം വരുന്ന സമയത്ത് വാർത്തയാക്കാതിരിക്കുകയും നേരെ മറിച്ച് ജയസൂര്യയുടെ ഒരു പ്രതികരണം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി, അത് നിഷേധിച്ച് ജയസൂര്യ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നും കൊടുക്കണമായിരുന്നു. ഞാൻ പറയുന്നത് ഈ ഒരു ഡിസ്പാരിറ്റിയെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ തൊഴിലിടത്തുള്ള സുരക്ഷയെപ്പറ്റി മെൻഷനുണ്ട്, അവരുടെ വേതന തുല്യതയെ പറ്റിയിട്ടുള്ള ഒരു മെൻഷൻ അതിനകത്തിലുണ്ട്. അതേപോലെ അവർക്ക് സെറ്റുകളിലും മറ്റും നൽകേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയെ പറ്റിയിട്ടുള്ള ഒരു മെൻഷനുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഡ്രഗ്സിന്റെ ഉപയോഗത്തിനെ പറ്റി പറയുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റോറികളുടെ പിന്നാലെ മാത്രം ആൾക്കാർ പോകുന്നത്? അതിൽ തന്നെ സെലക്റ്റീവായിട്ട് നിങ്ങൾ സ്റ്റോറി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം ഉന്നയിക്കുന്നവരെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് അവരുടെ ചരിത്രം, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഒക്കെയാണ്. അത് വളരെ വിദഗ്ധമായി അത് മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ശ്രീമതി അഞ്ജു, എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ആരോപണം ഉന്നയിക്കുന്നവരെ മാത്രം ഇത്രയധികം ലക്ഷ്യം വെക്കുന്നത്? അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ അവർ ആർക്കെതിരെയാണോ ഉന്നം വയ്ക്കുന്നത് അവർ നിലപാടുള്ളവരാണ് എന്നിങ്ങനെ പറഞ്ഞു വെക്കുന്നത്? പലപ്പോഴും ഇത്തരം മാർഗങ്ങളാണ് പ്രതിരോധിക്കാനായി കാണുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നത് അഡ്വക്കേറ്റ് ഹസ്കറിനോടാണ് മറുപടി പറയാനുള്ളത്. അദ്ദേഹമാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു ചർച്ച എന്ന് പറയുമ്പം അത് പൊതുസമൂഹത്തിന് ആരോഗ്യകരമായിട്ടുള്ളൊരു സംവാദമാണ്. കാരണം ഏറ്റവും വലിയൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുവാണ് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെയും കൃത്യമായിട്ട് പൊളിറ്റിക്സ് കൊണ്ടുവന്നു. അത് സംഘപരിവാറിൻ്റെ അജണ്ട അങ്ങനത്തുള്ള രീതിയിലുള്ള പൊളിറ്റിക്സ് ഇപ്പോൾ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ചോദിക്കട്ടെ, ആഷിഖ് അബു എന്ന് പറയുന്ന ആൾ SFIയിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണോ ഈ ആർജവം ഉണ്ട് എന്ന് പറയുന്നത്? അദ്ദേഹം കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഒരു അശ്ലീലം എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോറിഫൈ, അതായത് കഞ്ചാവ് അതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹം. ആ സിനിമ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പിന്നെ മറ്റൊന്ന് ഈ നിലപാട് ആർജവം എന്ന് പറഞ്ഞു, അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആഷിഖ് അബു റിമ ദമ്പതികൾ. ഞാൻ തുടക്കം തൊട്ട് പറയട്ടെ, WCC എന്ന് പറഞ്ഞൊരു സംഘടന തന്നെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതൊരു ടൂൾ കിറ്റായിരുന്നു. തീർച്ചയായിട്ടും നടി ആക്രമിക്കപ്പെട്ടു എന്നുള്ളൊരു സംഭവത്തിൻ്റെ
പിൻബലത്തിൽ ഒരു ടൂൾ വ്യക്തമായിട്ടുള്ള അജണ്ടയോടുകൂടി ലക്ഷ്യം, അതായത് അമ്മ എന്നുള്ള സംഘടനയെ പൊളിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു WCC സംഘടന. ഈ WCC സംഘടനയുടെ മുഖം പല വേദികളിലും തുടക്കം തൊട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ആരോപണ വിധേയായ, അതായത് തമിഴ് ഗായിക ചൂണ്ടിക്കാണിച്ചുള്ള റിമ കല്ലിങ്കൽ എന്നുള്ള വ്യക്തിയാണ്. റിമ കല്ലിങ്കലാണ് എല്ലാത്തിനും, അതായത് WCCയുടെ വോയിസ് എന്നുള്ള രീതിയിൽ എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ളത്. ഇതേ റിമ കല്ലിങ്കലിനെ വെച്ച് സർക്കാർ സ്പോൺസേഡ് എത്രയോ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് അഡ്വക്കേറ്റ് ഹസ്കർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്രയും കൃത്യമായിട്ടുള്ള സുചിത്ര എന്ന് പറഞ്ഞ ഗായിക പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഡിഫേമേഷൻ്റെ രണ്ടാമത്തെ കാര്യം. പക്ഷെ അവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്, അതായത് അവർ റേവ് പാർട്ടീസ് ഹോസ്റ്റ് ചെയ്യുന്നതായിട്ടും അതിനൊപ്പം തന്നെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെയൊക്കെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് ഇടതുപക്ഷം റോഡ് ഷോ, അതായത് രാത്രി നടത്തം എന്നൊരു പരിപാടി ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ റിമ കല്ലിങ്കലിനെ വെച്ചിട്ട്. അന്ന് നമ്മുടെ ഷംസീർ MLA ആണെന്ന് തോന്നുന്നു, അദ്ദേഹം അതിന് സ്പീക്കറായോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അദ്ദേഹമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്രകീർത്തിച്ചു. ആലോചിച്ച് നോക്കൂ, ആരോപണ വിധേയമായിട്ട്, ഇന്നത്തെ ആരോപണ വിധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാത്രി നടത്തം എന്നുള്ള ക്യാമ്പയിനിന്. അപ്പോൾ സ്ത്രീപക്ഷത്തു നിന്ന് എപ്പോഴും ഉയർത്തി കാണിക്കുന്നത് ഇതെന്ത് നിലപാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നിലപാടിൻ്റെ കാര്യം എടുക്കുമ്പോൾ എന്നും ഇരട്ടത്താപ്പ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ശ്രീമതി റിമ കല്ലിങ്കൽ. WCCയുടെ ഇതിൽ തന്നെ ഞാൻ എപ്പോഴും ചോദിക്കട്ടെ, അവർക്കൊപ്പം അവരുടെ ഒരു ടാഗ് ലൈൻ തന്നെ അവൾക്കൊപ്പം എന്നാണ്. ഈ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അവർക്കെന്നും കൃത്യമായിട്ടും ഒരേ ഒരു അവൾക്കൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. അവർക്ക് കൃത്യമായിട്ട് കാണിക്കാൻ എന്നും ഒരു വേട്ടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് എന്നുള്ളൊരു നടൻ, ഞാൻ പേരെടുത്ത് തന്നെ പറയുവാണ്, കാരണം ദിലീപ് എന്നുള്ളൊരു നടൻ. കാരണം WCCയുടെ തന്നെ 2021 അവരിട്ടിട്ടുള്ള ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഇതുപോലൊരു ആരോപണമാണ്. ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരാൾ ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വലിയ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ചൂണ്ടിക്കാണിച്ചു, ബാലചന്ദ്രൻ കുറേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും പൊതുസമൂഹം എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് ഈ WCC തന്നെയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ സുചിത്ര എന്ന് പറഞ്ഞുള്ള ഗായിക, അവർ ഒരു സിനിമ, അവരൊക്കെ ഇപ്പോൾ തമിഴ് മലയാളം വേർതിരിവ് കഴിയൂ, കലാ ഫീൽഡ് വെച്ച് നോക്കുമ്പോഴേക്കും ഇന്ത്യൻ ഒരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഗായിക, ആ ഒരു സംഗീത ഫീൽഡിൽ നിൽക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു സിനിമാ ഫീൽഡിൽ തന്നെ. കാരണം അവർ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ മലയാളത്തിലുള്ള കുറച്ച് ഗായികമാർ ഈ പാർട്ടികളിൽ പോകാൻ ഭയപ്പെടുന്നു, അവരിൽ നിന്ന് അറിഞ്ഞ വിവരമാണെന്ന്. നോക്കൂ, ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കാം. നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ദിലീപ് എന്ന് പറഞ്ഞുള്ള ആളെ, നടി പീഡിപ്പിക്കപ്പെട്ട കേസുമായിട്ട് അദ്ദേഹത്തിന് വളരെ രീതിയിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ കുറ്റാരോപിതൻ, ഈ നിമിഷം വരെയും അദ്ദേഹം കുറ്റാരോപിതനാണ്. ആ ഒരു കുറ്റാരോപിതന് കിട്ടേണ്ടതായിട്ടുള്ള ഇവർക്ക് കിട്ടുന്ന പ്രിവിലേജ് അവിടെ കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എപ്പോഴും ദിലീപ് എന്നുള്ള നടനെ ടാർണിഷ് ചെയ്യാൻ മുന്നിൽ നിന്നിട്ടുള്ളവരാണ് ഈ WCC. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, കൃത്യമായിട്ടുള്ള ചോദ്യം ഇതാണ്, ഈ WCCയുടെ മുഖമായിട്ടുള്ള റിമ കല്ലിങ്കലിന് എല്ലാ പ്രാവശ്യവും ഇതേ നിലപാട് ആയിരുന്നോ പലരുടെയും കാര്യത്തിൽ? ഞാൻ പറയാം, അല്ല. കാരണം 2019 നടൻ വിനായകനെതിരെ ഒരു വെർബൽ റേപ്പ് അബ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, കേസുമുണ്ട്. ആ കേസ് 2019. ഇതേ 2019 ആ കേസ് WCCയിൽ ആ ഒരു മൃദുല, അവർ ദളിത് ആക്ടിവിസ്റ്റാണ്, അവർ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഭയങ്കര വാർത്തയൊക്കെ ആയി. അതേ 2020 ഇതേ റിമ കല്ലിങ്കലിൻ്റെ ഫേസ്ബുക്കിൽ ആ നടനെ വെച്ചിട്ട് സിനിമ അനൗൺസ് ചെയ്യുകയാണ്. പിന്നീട് അത് വലിയ നല്ല രീതിയിൽ ചർച്ചയായപ്പോൾ മാത്രം അത് മാറ്റുകയാണ്. ആലോചിച്ച് നോക്കിയാൽ എന്താണ് അവിടെ നിലപാട്? ഇതാണോ ആർജവം? വേട്ടക്കാരനത് ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് മാത്രമാണ് WCC കാണിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഞാനിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് സഖാവ് ഹസ്കർ പറഞ്ഞതുകൊണ്ട് തന്നെ പറയട്ടെ, അഡ്വക്കേറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ പറയട്ടെ, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അതിൽ പാടിയിട്ടുള്ള കുതന്ത്രം എന്നൊക്കെ പാട്ട് പാടിയിട്ടുള്ള വേടൻ, റാപ്പർ വേടൻ, ഈ വേടനെതിരെ മീട്ടു ആരോപണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2022 ഒരു ലഹരി കേസ് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ആദ്യം ഹിരൺദാസ് എന്നുള്ള പേരിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മറുനാടൻ മലയാളിയുടെ അവരുടെ ഇതിൽ മാത്രമാണ് ഈ ഒരു വാർത്ത. മുഖ്യധാരാ മാധ്യമങ്ങൾ അത് എന്നോ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു. അപ്പോൾ ആലോചിച്ച് നോക്ക്, പവർ ഗ്രൂപ്പ് എവിടെയാണ്, ഈ പുക ഗ്രൂപ്പ് എവിടെയാണ്? ഇതൊക്കെയാണ് ആർജവം. എന്നിട്ട് ഈ WCC അവർ മാപ്പ് പറഞ്ഞപ്പോൾ, ഒരു മീട്ടു ആരോപണം വന്നിട്ട് മാപ്പ് പറഞ്ഞപ്പോൾ അതിന് ലൈക്ക് കിട്ടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ചർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെയാണോ സഖാവെ നിങ്ങൾ ഈ ആർജവം എന്ന് പറയുന്നത്? ഇതാണോ നിലപാട്? അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, 2022 IAFK വേദി അതിജീവിതയെ വലിയ നമ്മൾ പ്രസൻറ്റ് ചെയ്തു, കേരള സർക്കാർ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണിച്ചു. ആ വേദിയിലെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? 2020 മീട്ടു ആരോപണം, അതായത് നമ്മുടെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് അനുരാഗ് കശ്യപ്പാന്ന് തോന്നുന്നുണ്ട്, അതെ അദ്ദേഹമായിരുന്നു. അപ്പം അന്നത്തെ ചീഫ് ഗസ്റ്റ്.
അത് മീട്ടുള്ള ആരോപണ വിധേയൻ. അപ്പം ആലോചിച്ച് നോക്കി, ഈ ആരോപണ വിധേയൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം നോക്കി മാത്രമാണോ? അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ, ഇപ്പം നേരത്തെ ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു, ജയസൂര്യ, ദിലീപ്, ഇങ്ങനെയൊക്കെ ആരോപണ വിധേയർക്കുള്ളവർക്ക് ഉള്ള പ്രിവിലേജ് എന്താ? അപ്പം ജെൻഡർ പൊളിറ്റിക്സ് ഈ ശബരിമലയിൽ കയറുമ്പോൾ മാത്രം മതിയോ നമുക്ക് ജെൻഡർ പൊളിറ്റിക്സ്? ഇവിടെ ഒന്നും ജെൻഡർ തുല്യത വേണ്ടേ? സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരേ രീതിയിൽ സമൂഹം കാണുക, അവിടെ വേണ്ടത്. അതപ്പോൾ എന്താണ് ധാർമ്മികത? WCCയിൽ തന്നെ ഇപ്പം നടി രേവതിക്കെതിരെ ഒരു ആരോപണം വന്നു, എന്തുകൊണ്ടത് ചർച്ചയാവപ്പെടുന്നില്ല? അത് പൊതുസമൂഹത്തിൽ തമിഴിനും അങ്ങനെയൊന്നുമല്ല, മലയാളിയായിട്ടുള്ളൊരു പയ്യൻ എന്നെ അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നു, അത് ആരോപണമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാം ആരോപണങ്ങൾ മാത്രമാണ്, ഇൻക്ലൂഡിങ് ദിലീപ് എന്നുള്ള വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നത് പോലും ആരോപണമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രമേ മാത്രം നമ്മൾ എന്താ പറയുക, നമ്മുടെ വിരലുകൾ ചൂണ്ടുകയും മറ്റ് ഇത് മിണ്ടാതിരിക്കാൻ നിശബ്ദമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അതല്ലേ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ്? അതല്ലേ ശരിക്കും പറഞ്ഞാൽ അതാണോ നിലപാട്? അതിനാണ് എനിക്ക് ചോദ്യം തരേണ്ടത്. അതാണ് നിലപാട്, അതാണ് അറിയേണ്ടത്. ശ്രീ യുവരാജ് ഗോകുൽ, ഈ ഇരട്ട നീതി എന്താണ് എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അതായത് നമുക്കറിയാം, നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനമായും ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയമായി സോളാർ കേസിൽ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടർന്നുണ്ടായി. ദിലീപിൻ്റെ കാര്യത്തിലും പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ ചരിത്രം പറഞ്ഞ് മാത്രം പ്രതിരോധിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഏറെ ഗുരുതരമായ ആരോപണമാണ് സംവിധായകൻ്റെതിരെയും ഭാര്യയുടെ എതിരെയും വന്നത്. പക്ഷേ അതുപോലും അവർ നിലപാടുള്ളവർ ആയതുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ ചായ്വിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം വന്നത് എന്നാണ് അദ്ദേഹം, ശ്രീ BN ഹസ്കർ, പ്രത്യക്ഷമായി തന്നെ സംഘപരിവാർ അജണ്ട എന്നും പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആഷിഖ് കപൂറിൻ്റെ നിലപാടുകളാവട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാവട്ടെ, അദ്ദേഹത്തിൻ്റെ ചെയ്തികളാകട്ടെ സംഘപരിവാർ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും സംഘപരിവാർ വിരുദ്ധമാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ആഷിഖ് കപൂർ കരുണ സംഗീത നിശ എന്ന് പറയുന്ന ഒരു സംഗീത നിശ നടത്തിയിട്ട് നമ്മുടെ പ്രളയത്തിനെ മുതലെടുത്തുകൊണ്ട് അതിന് കാശ് കൊടുക്കാനെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് BJP-ക്കാരൊന്നും അല്ല. ശ്രീ ഹൈബി ഈഡൻ, അതിനകത്ത് ഹൈബി ഈഡനും ഇദ്ദേഹവും തമ്മിൽ, സന്ദീപ് വാര്യരാണ് അത് പുറത്ത് കൊണ്ടുവന്നെങ്കിൽ ഹൈബി ഈഡനും ഇദ്ദേഹം തമ്മിൽ നടന്നിരുന്ന ഒരു വാഗ്വാദം ഞാൻ ഓർക്കുകയാണ്. തെളിവ് പുറത്തുവിടാൻ പറഞ്ഞ് അവസാനം ആഷിഖ് കപൂർ സ്വയം നാറുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്, പറയുന്ന ദുരന്തത്തിന് പൈസ കൊടുക്കാൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റേ പൈസ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ്. ഒടുവിൽ അത് വിവാദമായതിനു ശേഷം മാത്രമാണ് ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത്. സിനിമാ മേഖലയ്ക്ക് അകത്ത് നിൽക്കുന്ന പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ ഉൾപ്പെടെ ഈ സംഗീത നിശ കഴിഞ്ഞതിന് ശേഷം ഇവർ പലരും ഈ കാശ് എടുത്തിട്ട് വിദേശത്ത് ടൂർ അടിക്കുന്ന പലതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും സംഘപരിവാർ രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ സുചിത്ര പറഞ്ഞിരിക്കുന്ന പോലുള്ള ഡ്രഗ്സ് പാർട്ടി നടത്തുക, അതിനകത്ത് വേറെ പല റിക്രൂട്ട്മെൻറ്റുകളും നടത്തുക, പല പെൺകുട്ടികളെയും കൊണ്ടുവന്ന് മറ്റു പലതിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതും സംഘപരിവാർ രാഷ്ട്രീയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടൊരു നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ചാനലിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഒരു പട്ടി ഷോ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നവർ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു 10-40 ലക്ഷം രൂപ തരാനുണ്ട്, അത് തന്നിട്ട് താങ്കൾ ഈ വലിയ പ്രഹസനവും ഡയലോഗും ഒക്കെ അടിക്കുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ശ്രീ ഹസ്കർ, ഇതും ഒരിക്കലും സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. അപ്പോൾ ഫെഫ്കയിലെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫെഫ്കയിലെ മെമ്പർഷിപ്പ് പുതുക്കാൻ അപേക്ഷ കൊടുക്കുക, അതിനുശേഷം പിന്നെന്താണ് ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് നന്മമരം കളിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇരട്ടത്താപ്പുകൾ, ഇതൊന്നും തന്നെ സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അദ്ദേഹവുമായിട്ട് ഞങ്ങളുടെ പ്രശ്നം ഇപ്പം രാഷ്ട്രീയമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം മമ്മൂട്ടിയുടെ രാഷ്ട്രീയം സംഘപരിവാറുമായിട്ട് ചേർന്ന് പോകുന്നതാണോ? അല്ലല്ലോ. അതുപോലെ എത്രയെത്രയോ സിനിമാ നടന്മാരുണ്ട്, എത്രയെത്രയോ എഴുത്തുകാരുണ്ട്, എത്രയെത്രയോ കവികളുണ്ട്. ഇവർക്കൊക്കെ എതിരായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ ആഷിഖ് കപൂർ ഉൾപ്പെടുന്ന ഗ്യാങ്, ഞാൻ അതിനകത്ത് റീമ കല്ലിങ്കലിന് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. കാരണം അവിടെ വേറെ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനോടൊക്കെ അത് അവിടെ നിൽക്കട്ടെ, അത് അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ശ്രീ ആഷിഖ് കപൂർ ഉൾപ്പെടെ കാലങ്ങളായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ സിനിമകളിലൂടെ ഒളിച്ചു കടത്തൽ നടത്തുന്നു, ഒരു പേരിടുന്നതിനകത്ത് പോലും രാഷ്ട്രീയം ഉണ്ടാകുന്നു. ഇപ്പോൾ ധ്രുവം സിനിമയിൽ നായകൻ ഹിന്ദുവും വില്ലൻ മുസ്ലിം പേരുമാകുമ്പോൾ അത് ഒളിച്ചു കടത്തലാകുന്നു എന്ന് പറഞ്ഞ് ഈ ഇടക്കാലത്ത് മേപ്പടിയാൻ സിനിമയിൽ വരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും പലതുമായിട്ട് ഇവർ കിടന്ന് കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരത്തെ ശ്രീമതി അഞ്ജു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇടുക്കി ഗോൾഡ് എന്ന് പച്ചയ്ക്ക് പേരിട്ടുകൊണ്ട് ഇദ്ദേഹം ഒരു സിനിമ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇത്രയധികം സിനിമയിലകത്തുള്ള ഇന്റേണൽ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ടിട്ട് ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ
അത് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഡ്രഗ്സ് യൂസേജിനെ, കഞ്ചാവ് ഉപയോഗത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ന്, അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് യുവാക്കളുടെ ഇടയിൽ അവതരിപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? പോട്ടെ, അദ്ദേഹത്തിന് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരെന്താണ്? OPM എന്നാണ്. വായിക്കുമ്പോൾ ഓയും പിയും എമ്മും ആണ് ലിറ്ററലി അതിൻ്റെ ലെറ്റേഴ്സ് എങ്കിലും അതിനെ വായിക്കുന്നത് OPM എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ആർക്കുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്? അപ്പോൾ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും താനിടുന്ന പേരുകളിലും എല്ലാത്തിലും ഉൾപ്പെടെ കൃത്യമായിട്ട് ഡ്രഗ് യൂസേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആഷിഖ് അബു എന്ന്. എനിക്ക് പേര് പറയാൻ ഒരു മടിയും പേടിയില്ല കേട്ടോ. അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കട്ടെ, ബാക്കി ഞാൻ വഴിക്ക് നോക്കിക്കോളാം. എനിക്ക് ഇതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഈ പറയുന്ന നിലപാടുകളും ഇവരുടെ ഇന്റേണൽ പൊളിറ്റിക്സുകൾ എന്താണ്, ഒളിച്ചു കടത്തലുകൾ, രേഖനങ്ങൾ, ഇതെല്ലാം എടുത്തു വെച്ചിട്ട് തന്നെ നമുക്ക് കോടതിയിലേക്ക് പോകാം, കൊണ്ടുപോയി കേസ് കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഷിഖ് അബു എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നതിന് ശേഷം മാത്രമാണ് ഇത്രയധികം ഡ്രഗ് യൂസേജ് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുന്നതും മലയാള സിനിമ ഇത്രയധികം ആ മേഖലയിൽ അധംപതിക്കുന്നതിനുള്ള റീസൺ ആയിട്ട് മാറിയിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു കമ്മീഷനെ വയ്ക്കട്ടെന്നേ, നമുക്ക് ബാക്കി എല്ലാ ഏജൻസികളെയും വിളിച്ച് വെളിയിലിറക്കാം. 2011 അല്ലെങ്കിൽ 2010 മുമ്പും 2010 ശേഷവും മലയാള സിനിമയിൽ ഡ്രഗ് യൂസേജ് കൂടിയോ കുറഞ്ഞോ, പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് പറയുന്നത്, പൂർണ്ണമായി ചലഞ്ച് ചെയ്ത് തന്നെയാണ് പറയുന്നത്. 2010 മുമ്പും 2010 ശേഷവും മലയാള സിനിമയിൽ ഡ്രഗ് യൂസേജ് കൂടിയോ കുറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ആരൊക്കെയാണ് ഇതിന്റെ പിറകിലേക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ അദ്ദേഹം ടൈലർ മണി, സേതുരാമയ്യർ CBI വിളിച്ചു വരുത്തിയതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ്? മലയാള സിനിമയിലെ ഡ്രഗ് യൂസേജ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ അവസാനം ടൈലർ മണി കുടുങ്ങിയതിന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. കാരണം അദ്ദേഹം നോക്ക്, സിനിമയ്ക്ക് പേരിടുന്നത്, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിടുന്നത്, അവസാനം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ നിർമ്മാണ പാർട്ട്നേഴ്സ് വരെ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അവർക്ക് പോലും പേടിയായി തുടങ്ങി ഇത്തരം കാര്യങ്ങളിൽ തങ്ങൾ പെട്ടുപോകുന്നുള്ള നിലയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ എതിർക്കാൻ വേണ്ടിയിട്ട് മറ്റു പലരും ഉണ്ട്. പക്ഷേ അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക വ്യവസ്ഥിതിയുണ്ട്. അതിനെ പരിപൂർണമായിട്ടും തകർക്കുവാനും നമ്മുടെ നാട്ടിലെ കുട്ടികളിലേക്ക് ഉൾപ്പെടെ ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടുമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ യൂസ് ചെയ്യുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ പറയുന്ന ഡ്രഗ് യൂസേജ് എന്ന് പറയുന്ന അതിഗുരുതരമായ ആരോപണത്തിന്റെ അല്ലെങ്കിൽ കണ്ടെത്തലിന്റെ മേഖലയിൽ ഈ സർക്കാർ അടയിരുന്നിരിക്കുന്നതിന്റെ പിറകിൽ വലിയ ഉദ്ദേശങ്ങളുണ്ട് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കുന്നുണ്ട്. അതെ, ശ്രീജിത്ത് പണിക്കർ, സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ തകിടം മറിക്കുന്ന ഒരു മേഖലയായി സിനിമാ രംഗം മാറുമ്പോൾ ആരോപണ വിധേയരൊക്കെ തന്നെ വമ്പൻ സ്രാവുകളാണോ അതോ പരൽമീനുകൾ മാത്രമാണോ? ഇവർക്കും മുകളിൽ ഇതിലും വലിയ മാഫിയ സംഘം തന്നെയുണ്ടോ? അവർക്ക് രാഷ്ട്രീയ പിൻബലവുമുണ്ടോ? ഇതിൽ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ലോകത്ത് എവിടെയാണെങ്കിലും ഏറ്റവും വലിയ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് ഡ്രഗ്സുമായിട്ട് വലിയ ബന്ധമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഡ്രഗ് കാർട്ടലുകൾ ഉണ്ടാകുന്നത്, ഡ്രഗ് മാഫിയ ഉണ്ടാകുന്നത്, ഇതിനൊക്കെ ഡോൺസ് ഉണ്ടാകുന്നത്. പലപ്പോഴും പല സർക്കാരുകൾക്കും ഇവരെ ഭയമാണ്. കാരണം ഇവരൊക്കെ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള എൻറ്റിറ്റികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രഗ്സുമായി ചേർന്നുകൊണ്ട് തന്നെ അധോലോകം എന്ന് പറയുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മൾ ഈ കിഡ്നാപ്പിങ്ങും അങ്ങനത്തെ പല കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസ് ആണ്. അതേപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗുകളുടെ ഒക്കെ ഉപയോഗമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയും വ്യത്യസ്തമല്ല. മലയാള സിനിമയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അബ്യൂസ് ഉണ്ട്, സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസ് ഉണ്ട് എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മലയാള ഇൻഡസ്ട്രിയിൽ മുഴുവനും ഡ്രഗ്സിന്റെ ഒരു അബ്യൂസ് ഉണ്ട് എന്നും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉണ്ടാകുന്നതിനെ ഒരു ട്രിഗറിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പോലും ഡ്രഗ് അബ്യൂസ് ആണ് എന്ന നിലയ്ക്കുള്ള വരികൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരാണ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി? നമ്മളൊരു പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ കഴിയുന്നത് സ്ത്രീവിരുദ്ധത മാത്രം പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെയാണോ, അതോ ഒരു ഡ്രഗ്സുമായി ബന്ധമുള്ള അതുവഴി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണോ? അപ്പം ഇത് ചോദിക്കുന്ന സമയത്ത് പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഏതൊരാളിനും പറയാം ഞാൻ അത്തരത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ല എന്ന്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ നമ്മൾ കാണുന്നത് കൊണ്ടാണ് ആൾക്കാരെല്ലാം തന്നെ അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. നേരെ മറിച്ച് അധികാര കേന്ദ്രം എന്ന രീതിയിലത്തേക്ക് ഒരു ഇൻഡസ്ട്രിയുടെ എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ ഉണ്ടാകേണ്ടത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന രീതിയിലത്തേക്ക് മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ
രോഹിണി, ഏത് ഇൻഡസ്ട്രിയിലാണ് പവർ ഗ്രൂപ്പുകൾ ഇല്ലാത്തത്? മാധ്യമരംഗത്ത് അങ്ങനെയാണെങ്കിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നർത്ഥമുണ്ടോ? ഹെൽത്ത് കെയറിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടോ? മെഡിസിൻസുമായി ബന്ധപ്പെട്ടതിന്റെ മാനുഫാക്ചറിങ്ങും മറ്റു കാര്യങ്ങളുമാണെങ്കിൽ അതിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടോ? സ്പോർട്സ് ബോഡികളിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടോ? അതേപോലെ തന്നെയാണ് സിനിമയും. അപ്പൊ എല്ലാ മേഖലയിലും അതിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു പവർ ഗ്രൂപ്പാണ്. പക്ഷേ ഈ പവർ ഗ്രൂപ്പ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലയോ എന്നുള്ളിടത്താണ് ഇതിന്റെ വ്യത്യസ്തത. ഇപ്പൊ നമ്മൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഉൾപ്പെട്ടത് മാത്രമാണ് പവർ ഗ്രൂപ്പ്, വേറെ ആൾക്കാരൊന്നും തന്നെ പവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്നും അതിനാരൊക്കെയോ ഭാരവാഹികളുണ്ട് എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഡ്രഗ്സ് നടത്തുന്ന ആൾക്കാരാണ്, നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങളെക്കാൾ ശക്തരായിട്ടുള്ള ഒരു പവർ ഗ്രൂപ്പ് പിന്നെ എങ്ങുമില്ല. ഇത് നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നമുക്ക് ലീഗലായിട്ട് ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല. അതിപ്പോൾ കോടതിക്കാണെങ്കിലും സർക്കാരിനാണെങ്കിലും ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം അത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത് പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, പവർ ഗ്രൂപ്പ് ക്ലിപ്തം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയൊന്നുമില്ല. അതുകൊണ്ട് പവർ ഗ്രൂപ്പ് ഇല്ല എന്നൊരർത്ഥമില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ ആൾക്കാർ മുടക്കുന്ന പണത്തിനെ, അതിൽ കള്ളപ്പണത്തിനെ വെളുപ്പിക്കാനായിട്ട്, ഇൻഡസ്ട്രി ലോസ് കാണിച്ചിട്ട് അതിനെ വെളുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതൊരു പവർ ഗ്രൂപ്പാണ്. ഇവിടെ സ്ത്രീകളെ നിങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ അവസരമുള്ളൂ എങ്കിൽ, അവർക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവസരം പോലും ഉണ്ടാകണമെങ്കിൽ അവർ ഈ പറയുന്നത് പോലെയുള്ള തെറ്റായ പ്രവൃത്തികളിലേക്ക് പോകണം എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും അവർക്ക് മുന്നിലില്ല എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കിക്കൊണ്ട് അവരെ നിങ്ങൾ അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പവർ ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഡ്രഗ് അബ്യൂസ്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ ബ്രോഡാഡി സിനിമയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണത്തിനെ പറ്റി മാത്രം നോക്കും. അതിൽ പറയുന്നത് എന്താണ്? വഴങ്ങാൻ തയ്യാറല്ലാത്ത ഒരാളാണ്. ആ ആളിന് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്പ്രൈറ്റിലോ മറ്റോ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം മയങ്ങി കിടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധം എന്ന് പറയുന്നത് തീരെയില്ല. അപ്പോൾ അവരെ അബ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിഗറിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു അബ്യൂസ് നേരിടുന്ന എല്ലാ ആൾക്കാരും അതിനെപ്പറ്റി പരസ്യമായി പ്രതികരിക്കണമെന്നില്ല. ഇപ്പോഴും സമാനമായ രീതിയിൽ ഇപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഈ രീതിയിലത്തേക്കുള്ള ഒരു തെമ്മാടിത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റ് ആർക്കൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാകാം, മറ്റാരെല്ലാം അത് ചെയ്തിട്ടുണ്ടാകാം. അതിന് വിധേയരായിട്ടുള്ള ഇരകളായിട്ടുള്ള എല്ലാ ആൾക്കാരും പല പല ഭയം കാരണം, ഒരുപക്ഷെ അവരുടെ കുടുംബ പശ്ചാത്തലം, സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു മാനഹാനി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ ഓർത്തിട്ട് ഇത് പുറത്ത് പറയണമെന്നില്ല. എന്ന് വെച്ചാൽ ഈ അബ്യൂസ് എന്ന് പറയുന്നത് ആൾക്കാരെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യാം, ആൾക്കാർ വില്ലിംഗ് ആയിട്ട് ഇതിന് സഹകരിക്കാം. അതല്ല എങ്കിൽ ഇതിനൊന്നും തയ്യാറല്ല എങ്കിൽ അവരെ ഡ്രഗ് ഉപയോഗിച്ച് മയക്കിയതിന് ശേഷം ഇത് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുന്നത് ലഹരി മാഫിയ എന്നതിലേക്കാണ്. അങ്ങനെ ഒരു ലഹരി മാഫിയയും അതിന് സഹായിക്കുന്ന രീതിയിലത്തേക്ക് കള്ളപ്പണത്തിന്റെ ഒഴുക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും ആധികാരികമായിട്ട് പറയേണ്ടത് ആരാണ്? പ്രൊഡ്യൂസറാണ്. കാരണം ഒരു പടത്തിൽ പണം മുടക്കുന്നത് പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു മണിക്കൂറെങ്കിലും അതിലൊരു താമസം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ ലക്ഷ്യങ്ങളാണ് ആ സമയത്ത് വേസ്റ്റ് ആയി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരും, അത് അഭിനേതാക്കൾ ഉൾപ്പെടെ മറ്റു പല ആൾക്കാരും ഡ്രഗ് അബ്യൂസ് ഉള്ള ആൾക്കാരാണ് എന്നും അത് ഇൻഡസ്ട്രിയെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ മറ്റ് റിപ്പോർട്ടുകളോ ഒന്നും വേണ്ട, നമുക്ക് വിശ്വസിക്കാം ഇവിടെ ഇതുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്, അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സ്കൂളുകളിലടക്കം വളരെ വലിയ രീതിയിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായിട്ടും ഇതിൽ കാര്യക്ഷമമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാത്തത് എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനത്തിലാണോ സർക്കാരും എന്നുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കേണ്ടി വരും. അത് വളരെ സ്വാഭാവികമാണ്. അന്നേരം നമുക്ക് വേണമെങ്കിൽ ഈ രാഷ്ട്രീയത്തിനെയൊക്കെ തന്നെ പറയാം. അതായത് ഇത്തരത്തിലുള്ള പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ് കാർട്ടലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടോ? ആ രാഷ്ട്രീയം നിങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള രാഷ്ട്രീയമാണോ? അതല്ലാത്ത ആൾക്കാരെ മാത്രം നിങ്ങൾ എതിർക്കുന്നുണ്ടോ? അതല്ലാത്ത ആൾക്കാർക്കെതിരെ മാത്രം വരുന്ന ആരോപണങ്ങളെയാണോ നിങ്ങൾ പ്രൊജക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ കേവല രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ അല്ല നമ്മൾ പ്രാഥമികമായിട്ട് കരുതേണ്ടത്. നേരെ മറിച്ച് ഇൻഡസ്ട്രിയെ തകർക്കുന്ന, തെറ്റായ പ്രവണതകൾ ഉണ്ടാക്കുന്ന, വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ഇവിടെ അവസരമുണ്ടാകൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിൽ മയക്കുമരുന്നിനുള്ള പങ്ക് അങ്ങേയറ്റം കൂടുതലാണ് എന്ന് ഒരു റിപ്പോർട്ടിൽ പറഞ്ഞതിന് ശേഷവും അതിനെപ്പറ്റി കമാന്ന് മിണ്ടാതിരിക്കുകയാണ് ഇപ്പോഴും സർക്കാർ. ഞാൻ പറയുന്നത്, സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ പറയണമെന്നാണെങ്കിൽ അവർ ഇതിനോടകം അത് പറഞ്ഞു കഴിഞ്ഞു.
എത്രയോ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ പറയുന്ന മുകേഷ് രാജിവെക്കണോ വേണ്ടയോ, മറ്റാർക്കെങ്കിലും ആരോപണമുണ്ടോ, സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ സർക്കാർ എന്ത് മറുപടി ഹൈക്കോടതിയിൽ പറയും? ഇപ്പൊ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് സർക്കാരിന്റെ അഭിപ്രായം എന്താണ്, അത് സർക്കാർ എന്ത് പറയും? ഈ കാര്യങ്ങളെല്ലാമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സെക്കൻഡറി ആണ്. ഏറ്റവും പ്രധാനമായിട്ട് സർക്കാർ ഇവിടെ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന രീതിയിൽ ഒരു ഇൻഡസ്ട്രിയെ മാത്രം ബാധിക്കുന്നതല്ല, നേരെ മറിച്ച് സമൂഹത്തിനെ മൊത്തത്തിൽ കാർന്നു തിന്നുന്ന ഒരു വിപത്താണ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടുന്ന സ്റ്റെപ്പുകൾ സ്വീകരിക്കണം. അതിവിടെ കാണുന്നില്ല. ഞാൻ പറയുന്നത് ചില സമയങ്ങളിലൊക്കെ ചില പരാതികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ചില റെയ്ഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ചില ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട് നിശാ പാർട്ടികളൊക്കെ നടക്കുന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു ചെറിയ കാലപരിധി അങ്ങോട്ട് കഴിയുമ്പോഴേക്കും പിന്നെ ഇതൊന്നും കാണാറില്ല. ഇതിലൊക്കെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സർക്കാർ ഇനിയെങ്കിലും ഉണരുക. നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള വലിയ ആരോപണം പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കുക. ഈ സ്ത്രീകളുടെ ആരോപണം വരുന്ന സമയത്ത് സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. അത് ശ്രീ സജി ചെറിയാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ വളരെ അവരുടെ പേരിനൊക്കെ തന്നെ ഒരു പ്രൈവസി വേണം എന്ന് പറഞ്ഞുകൊണ്ട്, പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ത്രീകൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല. അവർ പിന്നീട് ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുമോ മൊഴി കൊടുക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് പരാതി ഉണ്ടാകണമെന്ന് പറഞ്ഞു. ശരി, അത് ഞാനൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കുന്നു. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് പ്രോസസ് എങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഡ്രഗ്സിനെ പറ്റി നിങ്ങൾക്ക് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനി ഒരു പരാതി ആരെങ്കിലും വെള്ളപ്പേപ്പറിൽ എഴുതി തരണം എന്ന് പറയേണ്ടതുണ്ടോ? അങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ പ്രവർത്തിക്കേണ്ടത്? എങ്കിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ റിപ്പോർട്ടിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഇനിയെങ്കിലും സർക്കാർ ആക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. അതെ, ശ്രീ BN ഹസ്കർ, സർക്കാരിന് ഇതൊരു വിഷയമേ അല്ലേ? ഇത്രയധികം ലഹരിക്കെതിരായ ആരോപണങ്ങൾ വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിപ്രസരം ഈ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഒരു വിരൽ പോലും അനക്കുന്നില്ല. രോഹിണി, അങ്ങനെ നമുക്ക് സർക്കാരിനെ അടച്ചങ്ങ് ആക്ഷേപിക്കണം ചൂണ്ട് അത്തരം ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയില്ല. ഇവിടെ ചില ആളുകൾ ഉയർത്തുന്ന വലിയൊരു ചോദ്യമുണ്ട്. നമ്മളൊരു സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ ഏതൊരു കലാസൃഷ്ടി ആയിക്കോട്ടെ, ആ കലാസൃഷ്ടിയെ സമീപിക്കുന്നത് എങ്ങനെയാണ്? തങ്ങളുടെ ലാവണ്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഒരു കലാസൃഷ്ടിയെ വിലയിരുത്തുകയും ആസ്വദിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ഒരു സിനിമയെ നാം ആസ്വദിക്കുക എന്നുള്ളത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ തെരഞ്ഞെടുക്കുന്നുള്ള സ്വാതന്ത്ര്യം പ്രേക്ഷകനുള്ളപ്പോൾ വായനക്കാരന് ഏതൊരു സൃഷ്ടി വായിക്കണമെന്ന് ഉള്ള സ്വാതന്ത്ര്യം, തെരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വായനക്കാരനുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ ആഷിഖ് കപൂറിന്റെ മറ്റേ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സിനിമയെ നിങ്ങൾ കാണാൻ പോകുന്നത്? നിങ്ങൾ എന്തു സന്ദേശമാണ് അതിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനു പകരം ആഷിഖ് കപൂർ സിനിമ എടുത്തത് ഡ്രഗ് മാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്താകമാനം ഡ്രഗ് അബ്യൂസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനും വേണ്ടി സിനിമയെ മാർഗമാക്കി എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വാർത്ത പറയാൻ പറ്റും. പിന്നെ ഇപ്പൊ സർക്കാരിന് ഇപ്പോൾ ഡ്രഗ് സിനിമയിലാകമാനം ഡ്രഗ് ഉണ്ട്. NDPS ആക്ടിന്റെ ബാലപാഠം പോലും അറിയാത്തയാണ്. ഇപ്പോൾ സർക്കാരിന് ഉടൻ തന്നെ നടപടിയെടുക്കാനാവില്ല. NDPS ആക്ട് പ്രകാരം ഒരു കേസ് എടുക്കണമെങ്കിൽ ഡിറ്റക്ഷൻ ഉണ്ടാവണം. ഏതെങ്കിലും ഒരാളിൽ നിന്ന് കൃത്യമായി മയക്കുമരുന്നോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ കിട്ടിയാൽ മാത്രമേ പോലീസിനോ എക്സൈസിനോ കേസെടുക്കാനാവൂ. അപ്പൊ അങ്ങനെ എടുക്കാനാവുന്ന ഒരു നിയമം നിലവിലുള്ള രാജ്യത്ത് ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കാനാവുക? അങ്ങനെയെങ്കിൽ ഇപ്പോ ആർക്കെതിരെ നടത്തുന്ന ആരോപണത്തിന്റെ പേരിലും യാതൊരു തരത്തിലുള്ള റെയ്ഡേ നടക്കുന്നില്ല. പിന്നെ ആരോപണമെങ്കിലും മുഖവിലേക്ക് എടുക്കണ്ടേ? അങ്ങനെയല്ല, റെയ്ഡ് നടക്കുന്നില്ലെന്ന് അടച്ചാക്ഷേപിക്കല്ലേ. സിനിമാ മേഖലയിലുള്ള ആളുകളോട് നിങ്ങൾ പരിശോധിക്കൂ. സിനിമാ മേഖലയിൽ ഇപ്പോ എക്സൈസിന്റെയും പോലീസിന്റെയും നിരന്തര ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് അവരെ അലോസരപ്പെടുത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിൽ അവർ പലപ്പോഴും പരാതി പറഞ്ഞതായി എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്വാഭാവികമായും അത്തരം പ്രവൃത്തികൾക്കെതിരെ നിൽക്കുന്ന സമീപനമാണ് നാം ഇക്കാര്യത്തിൽ എടുക്കേണ്ടത്. ഒരു കാരണവശാലും മദ്യത്തെയോ മയക്കുമരുന്നിനെയോ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ? അങ്ങനെ നിലപാടെടുക്കാനാവില്ലല്ലോ. മയക്കുമരുന്ന് എന്ന് പറയുന്ന സാമൂഹ്യ വിപത്തിനെതിരെ ജാഗ്രതയോടുകൂടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അത് ഏത് ഭരണകൂടം, അത് ഇടതുപക്ഷ ഭരണകൂടമാണെങ്കിലും UDF ഭരണകൂടമാണെങ്കിലും അത് അങ്ങനെ പ്രവർത്തിക്കാനാവും. അങ്ങനെയാണ് ശ്രീ ഹസ്കർ, ഒരു സംശയം ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞു ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ ആ ലൊക്കേഷനുകളിൽ വലിയ രീതിയിലുള്ള അലോസരം ഉണ്ടാക്കും, അത് അവരുടെ കലാസൃഷ്ടിയെ തന്നെ ബാധിക്കും എന്നൊക്കെ നമുക്കറിയാം. ചില
ചലച്ചിത്ര താരങ്ങൾ നിരന്തരം ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നവരാണ്. അവർ ലൊക്കേഷനിലടക്കം ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വന്ന് പല സംവിധായകർക്കും അടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ്. എല്ലാവർക്കും പൊതുസമൂഹത്തിൽ പലരുടെയും പേരറിയാം, പലരുടെയും അഭിനയം ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും. മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അഭിനയിക്കുന്നത് പോലും. കാരണം സ്ഥലകാല ബോധമോ എന്തിനാ നിൽക്കുന്നതിൽ പോലും ഒരു സ്ഥിരതയോ ഇല്ലാതെ അഭിനയിക്കുന്ന നടന്മാരുണ്ട്. ഇവരെ ആരെയെങ്കിലും അല്പമെങ്കിലും രഹസ്യമായി നിരീക്ഷിക്കുകയും ഇവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവരാരിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് എന്ന് അടക്കമുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയിട്ടുണ്ടോ? കാരണം എത്രയോ വർഷങ്ങളായി ഇവരിതൊക്കെ പിന്തുടരുന്നു തന്നെ ഉണ്ട്. രോണി, ഇതില് പോലീസിന്റെയും എക്സൈസിന്റെയും നടപടികളെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നാളെ നമ്മളിപ്പോ ചാനൽ മുറികളിൽ നിന്ന് ചർച്ചകൾ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എക്സൈസും പോലീസോ റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായുള്ള സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സൈസോ പോലീസോ അടിയന്തരമായി ഇതിനിടയിലേക്ക് കയറി വരികയും ഇവിടെ ഉടൻ തന്നെ ഇവിടെ റെയ്ഡ് നടത്തേണ്ടതുണ്ട്, ഇവിടെ മയക്കുമരുന്ന് കൈവശം വെച്ചിരിക്കുന്നത് രഹസ്യ വിവരം ലഭിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായാൽ, അത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായി സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലകളിൽ ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത് അതിന് കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്ത് ഡാൻസ് ഓഫ് അടക്കമുള്ള ടീമുകളുണ്ട്. അതിൽ ചില ആളുകളെ സിനിമാ മേഖലയിൽ ഡിപ്ലോയിഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് സുലഭമായി മയക്കുമരുന്ന് ലഭിക്കുന്നുണ്ട്. മയക്കുമരുന്ന് ഇപ്പോ പോലീസും എക്സൈസും കേസുകൾ എടുക്കുന്നുണ്ട്, കോടതികൾ ആ കേസുകൾ ശിക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ മയക്കുമരുന്ന് വരാതിരിക്കുകയും ഇവിടെ ചെലവാകാതിരിക്കുകയും അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള മൗഖ്യത്തിൽ നിന്നും അല്ല ഞാനിത് പറയുന്നത്. വളരെ കൃത്യമായിട്ട് മയക്കുമരുന്ന് സുലഭമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പോലീസും എക്സൈസും നിരവധി കേസുകൾ ദിവസവും എടുക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ അത് നമ്മുടെ ഒരു സാമൂഹ്യ വിപത്താണ്. അത് പക്ഷേ ശ്രീ ഹസ്കർ, നമുക്കറിയാം പോലീസിനും എക്സൈസിനും ഒക്കെ പലപ്പോഴും രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ റെയ്ഡ് നടത്തുന്നുണ്ട്. നമുക്കറിയാം അതിർത്തി കേന്ദ്രീകരിച്ച് വിശേഷ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ അവർ റെയ്ഡ് നടത്തുന്നു, രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തുന്നു, അതൊക്കെ കൃത്യമായി പിടിക്കുന്നുമുണ്ട്. ഇത്രയധികം ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള കേരള പോലീസിന് ഈ സിനിമാ മേഖലയിൽ മാത്രം ഇത്തരം രഹസ്യ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ലേ? അല്ല, നിശ്ചയമായും സാധിക്കുക. അതൊരു പോലീസിന്റെ കഴിവുകേടായിട്ടൊന്നും നമുക്ക് അങ്ങനെ കാണാനാവില്ല. നിശ്ചയമായും പോലീസ് മനസ്സുറപ്പിച്ചാൽ, എക്സൈസ് മനസ്സുറപ്പിച്ചാൽ സിനിമാ പക്ഷേ ആ മനസ്സുറപ്പിക്കലാണ് വിഷയം അല്ലേ? അവിടെയാണ് സർക്കാരിന്റെ ഇടപെടൽ, അവിടെയാണ് ഈ മാഫിയയുടെ ഇടപെടൽ. ആരെയൊക്കെയോ തൊട്ടാൽ പൊള്ളും എന്നുള്ള സർക്കാരിന്റെ തിരിച്ചറിവ്. ശ്രീമതി അഞ്ജു, എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഇടപെടലുകൾ ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശക്തമായ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ വരും തലമുറയെ കൂടി കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്തായി മയക്കുമരുന്ന് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെയാണ് ഇത്തരത്തിലൊരു മാഫിയ സംഘം കൂടി ഒരു മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് എത്രത്തോളം വിപത്താണ് സമൂഹത്തിന് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നത്. വൻ വിപത്ത് തന്നെയല്ലേ? കാരണം എനിക്ക് തോന്നുന്നു സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൊരു വിഷയം തന്നെ ശരിക്കും സെക്സ് സ്കാൻഡലിനേക്കാളേറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു ഡ്രഗ് മാഫിയായിട്ട് ബന്ധപ്പെട്ടാണ്, പ്രത്യേക സിനിമാ മേഖല എന്നല്ല എല്ലാ മേഖലകളിലും. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് 2019 തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഒരു വിഷയമാണ്. 4 വർഷം അതിന്മേൽ അടയിരുന്ന ഒരു സർക്കാരാണ് നമ്മുടേത്. അപ്പോൾ അതിൽ തന്നെ ഹേമ കമ്മിറ്റി പിന്നീട് റിപ്പോർട്ട്, അതും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കീറിയെടുത്തിട്ടുള്ളൊരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് അതിൽ സിനിമാ മേഖലയിൽ പിടിമുടക്കിയിട്ടുള്ള ലഹരിയെക്കുറിച്ച്. എന്നിട്ട് ഈ സർക്കാർ ഈ റിപ്പോർട്ട് വന്ന ശേഷം സർക്കാർ സിനിമാ മേഖലകളിൽ എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളത്? ഒന്നുമില്ല. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇതിപ്പോൾ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ഒരു റെയ്ഡ് വന്ന്, പെട്ടെന്ന് വേണ്ടല്ലോ, സിനിമ ലൊക്കേഷനിൽ മാത്രമല്ല സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയുടെ ഒരു എന്താ പറയുക തുടങ്ങുമ്പോൾ തൊട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ലൊക്കേഷനിൽ ഇടിച്ചു കയറി ഷൂട്ട് ചെയ്യുമ്പോൾ പോകണം എന്നല്ല, അതുമായിട്ട് കാരണം നമുക്കറിയാം കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, കൊച്ചിയിൽ ഇതുവരെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ പിടിച്ചിട്ടുള്ള എല്ലാം സിനിമാ മേഖലയിലുള്ള കുറേ പേരുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് സിനിമ ഇപ്പോൾ ബ്രോഡാഡിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം ഈ സർക്കാരിൽ നിന്ന് ഒരു പ്രതീക്ഷയില്ല. കാരണം ആഭ്യന്തരം കുത്തഴിഞ്ഞ് കിടക്കുന്ന ആഭ്യന്തരമുള്ളൊരു സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ തന്നെ ഭരിക്കുന്ന ഒരു MLA വിരൽ ചൂണ്ടി കേരളത്തിലെ ആഭ്യന്തരം എന്താണ് പത്തറ്റിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കിടക്കുകയാണ്. നമ്മൾ പറയില്ലേ അന്തോ മോന്തായം വളഞ്ഞാൽ 64 വളയും, ആ ഒരു സിസ്റ്റത്തിൽ കിടക്കുന്ന ഈ ഒരു ഗവൺമെൻറ് അങ്ങനത്തെ ഒരു ഭരണം ഭരിക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ആഷിഖ് കപൂറിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മലയാള സിനിമയിൽ ഒരു അപജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് മാഫിയ 2010 ശേഷം, കാരണം ഇതൊരു ടൂൾ കിറ്റ് ആണെന്ന് തന്നെ
തന്നെ പറയാം. കാരണം ഈ ആഷിഖ് കപൂർ സിനിമയിലേക്ക് എത്തുമ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതുവരെ മലയാള സിനിമ ഒരു വൻ വ്യവസായം എന്നുള്ള രീതിയിൽ, അതിന് മുന്നിൽ നമ്മൾ കേട്ടിട്ടുള്ള ലോബികൾ എന്നുള്ള കേട്ടിട്ടുണ്ട്. കൊച്ചി ലോബി, തിരുവനന്തപുരം ലോബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൂട്ടുകെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ടീം വരുന്നുണ്ട്. ഇവർ അങ്ങനെ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആഷിഖ് കപൂർ വന്ന ശേഷം മാത്രമാണ് കൃത്യമായിട്ടൊരു മതം അവിടെ കൊണ്ടുവരുന്നത്. കാരണം അതുവരെയും ഇത് യുവരാജ് പറഞ്ഞ പോലെ ഒരു ഒളിച്ചു കടത്തൽ എന്നുള്ളൊരു പോയിന്റൊക്കെ അവിടെ അതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം സവർണത വരുന്നു, ഒളിച്ചു കടത്തുന്നു ചിലരെ മാത്രം. അതായത് ശശരീരൻ്റെ പത്മരാജൻ്റെ സിനിമകൾ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, തിങ്കളാഴ്ച നല്ല ദിവസം, അങ്ങനെയൊക്കെ ഉള്ള സിനിമകളിൽ സവർണത ഒളിച്ചു കടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നറേറ്റീവ് അവർ സൃഷ്ടിക്കുകയാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ആഷിഖ് കപൂറിൻ്റെ മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ള സിനിമ വരുമ്പോൾ സൗബിൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ കൊണ്ട് കൃത്യമായിട്ട്, അതായത് മലയാള സിനിമയിൽ 2 മഹാനടന്മാരുടെ മതം വെച്ചിട്ടുള്ള കളി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ടാണ്. അതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മതി, നിരീക്ഷിക്കാം. ഈ ആഷിഖ് കപൂർ എന്ന് പറഞ്ഞുള്ള വ്യക്തി മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ല, ഏറ്റവും കൂടുതൽ ദ്രോഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധായകനാണ്. അതായത് എനിക്ക് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ, കാരണം ഒരു രാഷ്ട്രീയത്തിനൊപ്പം നമ്മൾ പോകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ ഇപ്പോഴും അസ്കറിനോട് പറയുന്ന, അസ്കറിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിനോടൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കേവലം രാഷ്ട്രീയമല്ല നമ്മൾ രാഷ്ട്രീയം മാത്രമല്ല നോക്കുന്നത്. അതായത് ആഷിഖ് കപൂർ SFIക്കാരനാണെന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആളെന്ന് കൊണ്ടോ അതല്ല നോക്കേണ്ടത്. അയാൾ ചെയ്തിട്ടുള്ളൊരു ഹാം മൊത്തത്തിലും നോക്കിക്കോളൂ. ക്രിസ്പിൻ എന്നുള്ള കഥാപാത്രത്തെ കൊണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇക്ക ഇങ്ങനെ ചെയ്യില്ല. ലാലേട്ടൻ്റെ കഥാപാത്രം നമ്പൂതിരി അല്ലെങ്കിൽ മേനോൻ, ഇങ്ങനത്തെ ഈ കൃത്യമായിട്ട് അതിലെ കഥാപാത്രത്തെ കൊണ്ട് തന്നെ സിനിമയ്ക്കകത്ത് ഒരു വിഭാഗീയത സൃഷ്ടിച്ചു. പിന്നീടുള്ള അയാളുടെ ഓരോ സിനിമകൾ എടുത്തു കഴിഞ്ഞാലും എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാവും. ഈ കുത്തിത്തിരിപ്പ് തുടങ്ങി ഇങ്ങനെ വന്നിട്ട് അമ്മ എന്നുള്ള സംഘടനയെ ലക്ഷ്യമാക്കി അയാൾ നീങ്ങുകയായിരുന്നു. കൃത്യമായിട്ട് നടിയെ ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടായി. നമുക്കറിയാം, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, നടിക്കൊപ്പം, ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ്. ഇറ്റ് ഡസൻ മീൻ അങ്ങനെ നടിക്കൊപ്പം നമ്മൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം WCCക്കൊപ്പം നിൽക്കുന്നു എന്നല്ല. കാരണം WCC എന്ന് പറഞ്ഞൊരു സംഘടന വ്യക്തമായിട്ട് രാഷ്ട്രീയം, പൊളിറ്റിക്കൽ അജണ്ട എല്ലാമുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വനിത, സിനിമാ മേഖലയിലുള്ള ഒരു വനിത ലേഡി വിങ്, CPMൻ്റെ ഒരു ലേഡി വിങ് മാത്രമാണ് WCC. നമ്മൾ ചോദിച്ചു നോക്കാം, WCC തുടങ്ങിയല്ലോ ഇത്രയും വർഷമായി, 2017 ശേഷം ഈ WCCയിൽ എന്താണ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തൊട്ടുള്ള അംഗങ്ങൾ തന്നെയാണ് WCCയിലുള്ളത്. ഈ WCCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ വിവാദങ്ങൾ, അതിൽ ഉണ്ടായിരുന്ന തുടക്കം മുതലുള്ള വിധു വിൻസെൻ്റ് ആരോപിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. WCCയിൽ ഈ 2017 ഫോം ചെയ്ത WCC അതിനുശേഷം എത്രയോ പുതിയ നായികമാർ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആലോചിച്ച് നോക്കണം, ഈ സംഘടന അലൻസിയർ എന്നുള്ള നടൻ, അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ട് 2 സ്ത്രീവിരുദ്ധ ആരോപണങ്ങളുണ്ടായി. അവാർഡ് വേദിയിൽ സ്ത്രീവിരുദ്ധമായ പരാമർശമുണ്ടായി. ഈ WCC WCCയിലെ തലപ്പത്തുള്ള നടി, അതായത് കോൺക്ലേവ് വന്നാൽ ഞങ്ങൾ വേട്ടക്കാരനൊപ്പം ഇരിക്കില്ല എന്ന് പറഞ്ഞുള്ള നടി അവസാനമായിട്ട് അഭിനയിച്ച് കയ്യടി മേടിച്ചിട്ടുള്ള ഉള്ളൊരുക്കം എന്ന് പറഞ്ഞ സിനിമ, അതിലാരാണ് കൂടെ ഉള്ളത്? അലൻസിയറാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പം നീന്തി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംഘടനയുടെ തലപ്പത്ത്, അതായത് CPMൻ്റെ ഒരു ലേഡി വിങ് എന്ന് പറഞ്ഞൊരു സിനിമാ മേഖലയിൽ വന്നൊരു സംഘടന, അതിൻ്റെ അമ്മ സംഘടന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ അപജയം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ടാക്ടിക് ആയിട്ട് വന്ന ആഷിഖ് കപൂർ അദ്ദേഹം. അപ്പം ഞാൻ പറയുന്നുണ്ട്, അന്വേഷണം വരട്ടെ. ഇപ്പം നമ്മളൊരു ആരോപണം വന്നു, ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പം ഏറ്റവും ദേശദ്രോഹപരമായിട്ടുള്ള 2 ആക്ടിവിറ്റീസാണ് നമ്മൾ ഡ്രഗ് മാഫിയ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, അങ്ങനത്തെക്കുള്ള മാഫിയ. ഇതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് തെളിവ്, ഞാനിപ്പോൾ ചെന്നിട്ട് നമ്മളെങ്ങനെ എൻ്റെ അന്വേഷണം നടക്കുക? അനോണിമസ് ആയിട്ടൊരു ഫോൺ കോൾ വന്നാൽ പോലും ആൾക്കെതിരെ നമ്മൾ റെയ്ഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ അന്വേഷണം നടത്താനുള്ള റൈറ്റ് ഉണ്ട്. വിമാനത്തിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഫ്ലൈറ്റിലൊക്കെ വന്ന് തിരിച്ചിറങ്ങുമ്പോഴൊക്കെ സ്വർണ്ണക്കടത്തുണ്ടെന്ന് ആരെങ്കിലും വിളിച്ചു പറയുന്ന അനുസരിച്ചിട്ടാണ് അന്വേഷണം. അല്ലാതെ അവിടെ ഒന്നും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടല്ല. നമ്മൾ സെക്ഷൽ അബ്യൂസിൽ സ്വകാര്യത കാണിക്കണ പോലെ ഒന്നല്ല. ഇവർക്കെതിരെ വന്നേക്കുന്നതും സെക്ഷൽ അബ്യൂസ് അങ്ങനത്തെ അല്ല, ഡ്രഗ് ആയിട്ടുള്ള ഡീലിങ്സിനെ കുറിച്ചുള്ള ഇതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, ഈ സർക്കാർ കൃത്യമായിട്ടുള്ളൊരു ചൂണ്ടിക്കാട്ടിൽ വന്നിട്ടുണ്ട്. സുചിത്ര എന്ന ഗായിക, ഈ സർക്കാർ അവർ കേസ് ബുക്കോട്ടെ, ഡിഫേമേഷൻ ഓഫ് സുചിത്രക്കെതിരെ പോട്ടെ, അത് അവരുടെ റൈറ്റ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന വ്യക്തമായിട്ടുള്ള ചൂണ്ടിക്കാട്ടിലുണ്ടായിട്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാകുമോ? അതാണ് എനിക്കറിയേണ്ടത്. ഈ ആഷിഖ് കപൂർ റിമ ദമ്പതികൾക്കെതിരെ അന്വേഷണം ഉണ്ടാവുമോ? അന്വേഷണം ചെയ്ത കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളത് പിന്നീടുള്ള വശം. ആരോപണം ഉണ്ടായ സ്ഥിതിക്ക്, കാരണം ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് ആണ്, അതിന് നമ്മൾ കൃത്യമായിട്ടൊരു ഇടപെടൽ ചൂണ്ടിക്കാണിക്കൽ, കാരണം അങ്ങനെയാണല്ലോ, ഒരു ഫോൺ കോൾ കിട്ടിയാൽ പോലും അന്വേഷണം എന്നാണ്. അപ്പം അവിടെ ഇടപെടൽ ഉണ്ടാകുമോ? അതോ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നടക്കുന്ന സഖാവും സഖാത്തിയുമായത് കൊണ്ട് അവിടെ മിണ്ടാതിരിക്കുമോ? ഇതാണ് എനിക്കറിയേണ്ടത്. അതെ, ശ്രീ യുവരാജ് ഗോകുൽ, ഇത് തന്നെയാണോ ചിലരുടെ മാത്രം അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു മേഖലയായി സിനിമ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്? നേരത്തെ അഞ്ജു തന്നെ സൂചിപ്പിച്ചതുപോലെ ചില സവർണ മേധാവിത്വങ്ങൾ എടുത്തു പറയുന്നു. അതിൽ പലരും
പ്രോത്സാഹിതരായി തുടർന്നുള്ള സിനിമകളിലുമൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിനുപരി ഇത്തരം മയക്കുമരുന്ന് ലോബിയും കൂടെ പിടിമുറുക്കുമ്പോൾ ഏത് തരത്തിലേക്കാണ് സിനിമാ രംഗം മാറുന്നത്? രോഹിണി, അതിന് മുമ്പ് എനിക്ക് ശ്രീ ഹസ്കറിനോട് അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം. ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും, എങ്കിലും എനിക്കത് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. അങ്ങ് പറഞ്ഞ ഒരു കാര്യം അങ്ങേക്ക് തന്നെ അറിയാം, അങ്ങൊരു ന്യായീകരണമായിട്ട് മാത്രം പറഞ്ഞതാണ്. എന്താണ്, ഒരു വ്യക്തമായ പരാതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ പ്രവണതകൾ, ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരായിട്ട് കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. 2 വർഷങ്ങൾക്ക് മുമ്പ് നടൻ ശ്രീനാഥ് ഭാസിക്കെതിരായിട്ട് ഒരു ആരോപണമല്ല, ഒരു അവതാരകയ്ക്ക് നേരെ അദ്ദേഹം വളരെ മോശമായി പെരുമാറി എന്ന് പറയുന്ന സമയത്ത് പല നിർമ്മാതാക്കളും സിനിമാ മേഖലയിൽ ഈ പറയുന്ന വളരെ മോശമായ പ്രവണത ഉണ്ടാകുന്നുണ്ട് എന്ന് പരാതി പറയും. അപ്പം പേരെടുത്ത് തന്നെ പറയാം, ശ്രീ രജപുത്ര രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് സിനിമാ മേഖലയിൽ ഇത് നടക്കുന്നുണ്ട്. സിയാദ് കോക്കർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം ഒന്നും ആയിരിക്കില്ലല്ലോ. സിയാദ് കോക്കർ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് സിനിമാ മേഖലയിൽ ഈ പറയുന്ന പല യുവ നടന്മാരും ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നും സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു. അവരുടെ ഭാഗത്തുനിന്ന് സർക്കാർ എന്ത് ചെയ്തു? ശ്രീനാഥ് ഭാസിക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് നിന്ന് മുടിയും നഖങ്ങളും പോലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്തു. ഈ പറയുന്ന ഡ്രഗ്സ് ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ കേസ് ഒതുക്കി തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷം അതൊന്നും പരിശോധിക്കുകയോ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പൊതുജനങ്ങളുടെ അടുത്ത് വയ്ക്കുവാനോ അതിൻ്റെ തുടർന്നൊരു നടപടി സ്വീകരിക്കുവാനോ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, 4.5 വർഷമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ ഇരിപ്പുണ്ട്. 2020 മുതൽ അവിടെ ഇരിപ്പുണ്ട്. ഈ പറയുന്ന സംഭവം നടക്കുന്ന 2022 അതായത് സിനിമാ മേഖലയിൽ ഡ്രഗ്സ് നിർലോഭം ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് അവിടെ ഇരിക്കുമ്പോൾ 2022 കൃത്യമായിട്ടും ഐഡൻറ്റിറ്റിയോടുകൂടി ഫേസോടുകൂടി എം രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ വന്നിട്ട് ഇത് പറയുമ്പോൾ, അതിന് കൃത്യമായിട്ടൊരാളെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ പുറകിലേക്ക് പോകാനോ അന്വേഷണം നടത്തുവാനോ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ സുചിത്ര ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പോലും ഇപ്പോൾ റിമ കല്ലിങ്കലിനെതിരെ അല്ല. റിമ കല്ലിങ്കൽ ഇവിടെ വിക്റ്റിമാവുന്നു എന്നാണ്, നമ്മൾ അത് ശ്രദ്ധിക്കണം. റിമ കല്ലിങ്കലോടെ വിക്റ്റിമായിരിക്കുകയാണ്. ആ കുട്ടിയുടെ കരിയർ ഈ പറയുന്ന പല വിഷയങ്ങൾ കാരണം നശിച്ചുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും വാതിലിൽ മുട്ടിയോ, ആരെങ്കിലും അവിടെ വന്ന് നിന്നോ, ആരെങ്കിലും എന്തെങ്കിലും കമൻ്റ് അടിച്ചോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇത്രയും കൂലങ്കുഷമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ കേന്ദ്രീകരിച്ചിട്ട് ലഹരി പാർട്ടികൾ, ഡ്രഗ്സ് പാർട്ടി നടത്തുകയും അവിടെ ഇപ്പോൾ ഇന്ന് എന്നോടൊരു പ്രമുഖ സംവിധായകനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 5 വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ ഒരു സിഗരറ്റ് പോലും വലിക്കാൻ തയ്യാറാകാതിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സിഗരറ്റ് പോലും വലിക്കാതിരുന്ന ആൾക്കാർ ഇന്ന് കാണുന്നത് അവർ ഈ പറയുന്ന സാധനം മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ്, ഈ പറയുന്ന കഞ്ചാവ് പുകച്ച് തള്ളുന്നതാണ്. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു സംവിധായകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ കൂട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സാഹചര്യം അവിടെ ബോധപൂർവ്വം ക്രിയേറ്റ് ആവുകയാണ്. അങ്ങനൊരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടികൾ പലരും വന്ന് ഇപ്പോൾ മുഖ്യധാര നടിമാരും തന്നെ വേറെ പരാതികളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞിരിക്കുന്നത് മറ്റ് ചില ആൾക്കാരാണ്. ഇപ്പോൾ ഈ പറയുന്ന എന്താണ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മീൻസ് എനിക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ കിട്ടുന്നില്ല, മുഖ്യധാര നടികളല്ല, ചെറിയ നടികളാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ ആരോപണം ഒരിക്കലും ആരോപണം അല്ലാതെ ആകുന്നുമില്ല, അവരുടെ പരാതികൾ പരാതിയാകാതിരിക്കുന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ഡ്രഗ് പാർട്ടികളിൽ പെടുകയും ഇങ്ങനെ കരിയർ വേറൊരു അവസ്ഥയിലായി പോവുകയും ചെയ്ത ഒരു പെൺകുട്ടിയും വന്ന് പരാതി പറയില്ലെന്നേ, ഒരു ആരോപണം ഉന്നയിക്കില്ലെന്നേ, വേറൊന്നും കൊണ്ടല്ല. ഇത്തരം ആരോപണങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇതിന് അഡിക്റ്റഡ് ആണ്. അവരിൽ പലരും ഇതിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞു. ഇത് വളരെ ബുദ്ധിപരമായ ഒരു കാര്യമാണ് ഈ പറയുന്ന CC അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഒരു കൊക്കൈൻ കമ്മിറ്റി, ഈ വേൾഡ് കൊക്കൈൻ കമ്മിറ്റി എന്ന് വിളിക്കേണ്ടെന്ന് ഈ സാധനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുവരുന്നു, ഡ്രഗ്സിന് അടിമയാക്കുന്നു, അതിനുശേഷം ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ട് ഡ്രഗ്സിന് അടിമയായി കഴിഞ്ഞ ആൾക്കാർ വേറൊരു പരാതിയായിട്ട് മുമ്പോട്ട് പോകത്തില്ല. ഇത് അന്വേഷിക്കണ്ടേ?
ഇത് സർക്കാരല്ലാണ്ട് വേറെ ആരാണ് വന്ന് അന്വേഷിക്കുക? പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഇനി വരണോ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്? സർക്കാർ തന്നെ നിയമിച്ച കമ്മിറ്റിയല്ലേ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഈ പറയുന്ന ഇപ്പോൾ അങ്ങ് തന്നെ പറയുന്ന പോലെ തന്നെ സിനിമയുടെ കാലഘട്ടങ്ങളിൽ 70കളിൽ ഈ പറയുന്ന ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു എന്ന് പറയുന്ന നോവൽ മുതൽ ഇങ്ങറ്റം വരെയുമല്ല, അതിന് മുമ്പോട്ടെടുത്തു കഴിഞ്ഞാൽ നാടകവേദികളിലും സിനിമാ വേദികളിലും ഒക്കെ ഈ പറയുന്ന നടിമാർക്കെതിരായിട്ട് മോശം പെരുമാറ്റം ചെയ്യുന്ന ആൾക്കാർ അന്ന് മുതൽ ഇന്ന് വരെയും ഉണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മലയാള സിനിമയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഹോളിവുഡിലും വരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മീറ്റു ആരോപണം പോലും ഹോളിവുഡിൽ തുടങ്ങി വന്നതാണ്, അല്ലാതെ നമ്മുടെ മലയാളത്തിൽ തുടങ്ങി വന്നതല്ല. ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇൻഡസ്ട്രി മുഴുവനായിട്ടും ഡ്രഗ് മാഫിയയ്ക്ക് അടിപ്പെട്ടിട്ട് ആ തലത്തിലേക്ക് ഈ സാധനം നടക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് അന്വേഷിക്കാൻ പുറത്തുനിന്ന് ആരും വരില്ല സാർ. അത് നമ്മൾ തന്നെ അന്വേഷിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇത് സിനിമാ മേഖലയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് സിനിമാ മേഖലയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു പോലീസുകാരൻ്റെ മകള് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. 8ലോ 9ലോ പഠിക്കുന്ന ആ കുട്ടി 2 തവണ അബോർഷന് വിധേയമായിട്ടുണ്ട്. ആ കുട്ടി മാരകമായ ഡ്രഗ്സിന് അടിമയായിരുന്നു. ഹൈസ്കൂളും UP മുതലുള്ള കുട്ടികൾ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള അരാജകവാദ രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മളിത് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഇതിനകത്ത് ഇത് സംഘപരിവാർ രാഷ്ട്രീയമോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമോ ഒന്നും അല്ല. അങ്ങയുടെ കുടുംബത്തിൽ ഒരു കുട്ടി ആ രീതിയിലായി കഴിയുന്നത് അങ്ങക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങയുടെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയമായതുകൊണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ആൾക്കാരുണ്ട് സാർ. നമ്മളത് മനസ്സിലാക്കണം. അതെ, തീർച്ചയായും ലഹരി മാഫിയ ഇപ്പോൾ സമൂഹത്തെ ഒന്നാകെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ മേഖലയിൽ അതിൻ്റെ അതിപ്രസരം വളരെ വലുതാണ്. ഇവിടെ സർക്കാർ ഇടപെടലുകൾ തന്നെയാണ് വേണ്ടത്. രാഷ്ട്രീയ പശ്ചാത്തലം നോക്കാതെ, രാഷ്ട്രീയ പിൻബലത്തിൻ്റെ സ്വാധീനമില്ലാതെ തന്നെ സർക്കാർ ഇതിൽ ഇടപെടും എന്ന് തന്നെയാണ് കരുതുന്നത്. ജനം ഡിബേറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.